ഗുഡ് ആഫ്റ്റർനൂൺ. നമുക്ക് കെമിസ്ട്രിയുടെ അടുത്ത ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കെമിസ്ട്രി ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ അല്ലേ? കെമിസ്ട്രി ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം അല്ലെ, പീരിയോഡിക് ടേബിളിനെ നമ്മൾ 4 ബ്ലോക്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്. ഓക്കെ ആണല്ലോ? പീരിയോഡിക് ടേബിളിൽ നമ്മൾ 4 ബ്ലോക്കുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എസ് ബ്ലോക്ക് ഉണ്ട്, പി ബ്ലോക്ക് ഉണ്ട്, ഡി ബ്ലോക്ക് ഉണ്ട്, ആൻഡ് എഫ് ബ്ലോക്ക് ഉണ്ട്. ഓക്കെ അല്ലെ? അതില് ഓരോ ബ്ലോക്കുകളെ കുറിച്ചും അല്ലെ, പീരിയോഡിക് ടേബിളിലെ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, അതിൽ ഓരോ ബ്ലോക്സിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്നുള്ള ആ ഒരു ഭാഗമാണ്. പിന്നെ പി ബ്ലോക്ക് ഒക്കെ വരുന്നുണ്ട്. നമുക്ക് ഇന്ന് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്നുള്ള ടോപ്പിക് നമുക്ക് കവർ ചെയ്യാം. ഓക്കെ ആണല്ലോ? സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. യെസ്, എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ അല്ലെ? +1 10th ചാപ്റ്റർ ആണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. യെസ്, yes. S-block elements of the periodic table are those in which the last electron enters the outermost s orbital. അതായത് നമുക്കറിയാം അല്ലെ, എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പീരിയോഡിക് ടേബിളില് ആ എലമെന്റ്സിന്റെ ലാസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ അല്ലെങ്കിൽ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് എസ് ഓർബിറ്റലിൽ ആയിരിക്കും. അങ്ങനെയുള്ള എലമെന്റ്സ് എല്ലാവരും തന്നെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടും? എസ് ബ്ലോക്കിൽ ഉൾപ്പെടും. ഓക്കെ അല്ലെ? ഔട്ടർ മോസ്റ്റ് അല്ലെ, ഏറ്റവും ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് അവരുടെ ലാസ്റ്റ് ഷെല്ലായിട്ടുള്ള എസ് ഓർബിറ്റലിലാണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എലമെന്റ്സ് എല്ലാവരെയും നമുക്ക് എന്തിൽ ഇൻക്ലൂഡ് ചെയ്യാം? എസ് ബ്ലോക്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ അല്ലെ? നമുക്കറിയാം എസ് ഓർബിറ്റലിന് എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ? യെസ്, എസ് ഓർബിറ്റലിന് മെയിൻലി 2 ഇലക്ട്രോൺസിനെയാണ് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ അല്ലെ? എസ് ബ്ലോക്ക് എലമെന്റ്സിന് മെയിൻലി 2 ഇലക്ട്രോൺസിനെയാണ് അല്ലെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ ആണല്ലോ? 2 ഇലക്ട്രോൺസിനെയാണ് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ? നമ്മൾ പി, ഡി, എഫ് അവരൊക്കെ ഓരോ ബ്ലോക്സുകൾക്കും അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാവുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അതിൽ എസ് ബ്ലോക്കിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് 2 ഇലക്ട്രോൺസിനെ മാത്രമാണ്. ഓക്കെ ആണല്ലോ? അതുകൊണ്ട് തന്നെ അതിന് 2 ഗ്രൂപ്പുകളാണുള്ളത്. എസ് ബ്ലോക്കിന് എത്ര ഗ്രൂപ്പുകളുണ്ട്? 2 ഗ്രൂപ്പുകളാണ് എസ് ബ്ലോക്കിനുള്ളത്. ഓക്കെ അല്ലേ? ഏതൊക്കെയാണ് 2 ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്? യെസ്, ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പീരിയോഡിക് ടേബിളിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഗ്രൂപ്പ് 1 അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന ആൾക്കാർ ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ആൻഡ് ഫ്രാൻഷ്യം. ഓക്കെ അല്ലേ? അപ്പൊ ഏതൊക്കെ എലമെന്റ്സ് ആണ് ആദ്യത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നത്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം ആൻഡ് ഫ്രാൻഷ്യം. ഓക്കെ അല്ലേ? ഇവരെ എല്ലാവരെയും കൂടി ചേർത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്. ഓക്കെ, പിടികിട്ടിയല്ലോ? ഇനി എന്തുകൊണ്ടാണ് ഇവരെ ആൽക്കലി മെറ്റൽസ് എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ഫോം ചെയ്യും? ഹൈഡ്രോക്സൈഡുകൾ ഫോം ചെയ്യും. ഓക്കെ അല്ലെ? അവരെന്ത് ഫോം ചെയ്യും? ഹൈഡ്രോക്സൈഡുകൾ ഫോം ചെയ്യും. ആരുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ? വാട്ടറുമായിട്ട് റിയാക്ഷൻ നടത്തുമ്പോൾ അവര് ഹൈഡ്രോക്സൈഡുകൾ ഫോം ചെയ്യുകയും ആ ഹൈഡ്രോക്സൈഡുകൾ സ്ട്രോങ്ലി ആൽക്കലൈൻ ഇൻ നേച്ചർ. പിടികിട്ടിയോ? അതുകൊണ്ടാണ് നമ്മൾ അവരെ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്. ഇനി ഗ്രൂപ്പ് 2, രണ്ടാമത്തെ ഗ്രൂപ്പ് അല്ലെ, നെക്സ്റ്റ് വൺ, ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പ് 2 എന്ന് പറയുന്നതില് ബെർലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ആരൊക്കെയാണ്? ബെർലിയം, മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ആൻഡ് റേഡിയം. ഇവരൊക്കെയാണ് ഇത്രയും എലമെന്റ്സ് ആണ് ഗ്രൂപ്പ് 2 എലമെന്റ്സിന് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ഇതില് ഈ ബെർലിയം പറഞ്ഞ ആളേട്ടോ, ബെർലിയത്തിനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കൂടി ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. എക്സെപ്ഷണൽ കേസ് ആണ് ബെർലിയം. കേട്ടോ? ബെർലിയത്തിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള എല്ലാ എലമെന്റ്സിനെയും നമ്മൾ പറയുന്നതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്.
ഇനി എന്തുകൊണ്ടാണ് ഇവരെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദീസ് ആർ സോ കോൾഡ് ബിക്കോസ് ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ്, ഇവരുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും എന്ത് നേച്ചർ ആയിരിക്കും? ആൽക്കലൈൻ നേച്ചർ ആയിരിക്കും. ആൻഡ് ദീസ് മെറ്റൽ ഓക്സൈഡ്സ് ആർ ഫൗണ്ട് ഇൻ ദി എർത്ത് ക്രസ്റ്റ്. നമുക്ക് ഈ മെറ്റൽ ഓക്സൈഡുകളെ നമുക്ക് നമ്മുടെ എർത്ത് ക്രസ്റ്റില് അല്ലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എലമെന്റ്സിനൊക്കെ നമുക്ക് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയാം. പിടികിട്ടിയോ? അപ്പോ എസ് ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എൻറ്റർ ചെയ്യുന്നത് എസ് എന്ന് പറഞ്ഞ ഓർബിറ്റലിലേക്കായിരിക്കും അല്ലെ. അതേപോലെ തന്നെ അതിൽ 2 ഗ്രൂപ്പുകളാണുള്ളത്. ഗ്രൂപ്പ് 1 ആൽക്കലി മെറ്റൽസും ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. ആൽക്കലി മെറ്റൽസിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് ഏതൊക്കെ? ബെർലിയം, മെഗ്നീഷ്യം. ബെർലിയം ഇല്ല, ബെർലിയത്തിന് നമ്മൾ അങ്ങനെ വിളിക്കാറില്ല. മെഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്നും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം നമുക്ക്. Yes. Among alkali metals, sodium and potassium are abundant and lithium, rubidium and cesium have much lower abundance. അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. അതായത് നമുക്ക് ആൽക്കലി മെറ്റലുകളിൽ ആർക്കാണ് സോഡിയം, പൊട്ടാസ്യം കൂടുതൽ അബണ്ടന്റ് ആയിട്ടുള്ള ധാരാളമായിട്ട് നമുക്ക് കാണപ്പെടുന്ന ഒന്നാണ്. അതിലും വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ വെച്ച് നോക്കുമ്പോൾ ഈ ലിഥിയം, റുബീഡിയം, സീഷ്യം പോലുള്ള ആൾക്കാർക്ക് അബണ്ടൻസ് കുറവായിരിക്കും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഫ്രാൻഷ്യം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആണ് കേട്ടോ. ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ഫ്രാൻഷ്യം എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് ആണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ഇവരുടെ ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടോ? ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എസ് ബ്ലോക്ക് എലമെന്റ്സിൽ തന്നിട്ടുണ്ട്. ഏതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സിൽ? ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? NS1ഉം അതുപോലെ തന്നെ NS2 എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. പിടികിട്ടിയോ? മനസ്സിലായോ? അപ്പോ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറയുന്നത്, അതായത് ആൽക്കലി മെറ്റൽസിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1. N എന്ന് പറയുന്നത് എന്താണ്? ഷെല്ലുകളുടെ എണ്ണമാണ് അല്ലെ. അതിപ്പോ എത്ര വേണമെങ്കിലും വരാം അല്ലെ. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് എത്ര വേണമെങ്കിലും വരാം. NS1 ആയിരിക്കും. അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പ് മീൻസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിനാണെങ്കിൽ NS2 ആണ്. ഓക്കെ അല്ലെ. ഏത് നമ്പർ വേണമെങ്കിലും വരാം അല്ലെ. 1 2 3 പറഞ്ഞിട്ട് നമ്പർ ഓഫ് ഷെൽസ് ആണ്, ഏത് വേണമെങ്കിലും വരാം. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് കടക്കാം. യെസ്, ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചോളൂ. യെസ്, നോക്കി കാണുന്നുണ്ടല്ലോ അല്ലെ. ഓക്കെ, ഇനി lithium and beryllium, the first elements of group 1 and group 2, respectively exhibit some properties which are different from those of the other members of the respective group. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ലിഥിയത്തിനും ബെർലിയത്തിനും കുറച്ച് പ്രത്യേകതകളുണ്ട്. അതായത് ലിഥിയം എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസിൽ ഒന്നാമത് കിടക്കുന്ന ആളാണ്. ബെർലിയം എന്ന് പറയുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൽ ഒന്നാമത് കിടക്കുന്ന ആളാണ്. ഈ ഒന്നാമത് കിടക്കുന്ന ഈ 2 പേർക്കും ചില പ്രത്യേകതകളുണ്ട്. അവര് റെസ്റ്റ് ഓഫ് എലമെന്റ്സ്, അവരുടെ ഗ്രൂപ്പിലുള്ള ബാക്കി എലമെന്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടീസ് ഒക്കെ വ്യത്യസ്തതയാണ്. അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ പ്രോപ്പർട്ടീസ് ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ് നമുക്ക് പറയാം. എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്? ലിഥിയത്തിന്റെയും ബെർലിയത്തിന്റെയും പ്രോപ്പർട്ടീസ് അവരുടെ ഗ്രൂപ്പിലെ മറ്റ് എലമെന്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. പിന്നെ ഇവർക്ക് എന്താണ് പ്രോപ്പർട്ടി ഉള്ളത്? ഇവരുടെ ഈ ഒരു അനോമലസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആരുമായിട്ടാണ്? തൊട്ടടുത്ത ഗ്രൂപ്പിൽ കിടക്കുന്ന സെക്കൻഡ് എലമെന്റുമായിട്ടാണ് ഇവരുടെ പ്രോപ്പർട്ടീസ് തമ്മിൽ സാമ്യം ഉണ്ടാവുള്ളൂ, സിമിലാരിറ്റീസ് ഉള്ളൂ. ഒന്നും കൂടി ശ്രദ്ധിച്ചോളൂ. ഗ്രൂപ്പ് 1ലെ ഗ്രൂപ്പ് 1ത്തെ എലമെന്റും ഗ്രൂപ്പ് 1ൽ ഇപ്പൊ ഞാൻ പറഞ്ഞു അല്ലെ, ലിഥിയം ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ലിഥിയം യെസ്, ലിഥിയം ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ സോഡിയം ഉണ്ട്. ഓക്കെ, അങ്ങനെ എലമെന്റ്സ് ഇത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ആരുണ്ട്? നമ്മുടെ ബെർലിയം ഉണ്ട്. ഇവിടെ മെഗ്നീഷ്യം ഉണ്ട്.
ഇവിടെ തൊട്ടടുത്ത ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ എലമെന്റ്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ അലുമിനിയം ഉണ്ട്. ഇങ്ങനെ എലമെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഈ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന് ഒന്നാമത് കിടക്കുന്ന ആളാണ് ലിഥിയം അല്ലെ. ഈ ലിഥിയത്തിനും ബെർലിയത്തിനും ചില പ്രത്യേകതകളുണ്ട്. ഇവരെന്താ ചെയ്യുന്നത്? യെസ്, ഇവരെന്ത് ചെയ്യുന്നു? ഇവരുടെ തൊട്ട് താഴെ കിടക്കുന്ന എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് അല്ല കാണിക്കുന്നത്, മറിച്ച് ലിഥിയം ആരുടെ സിമിലാരിറ്റി കാണിക്കുന്നു? മെഗ്നീഷ്യത്തിന്റെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. അതുപോലെ ബെർലിയം അലുമിനിയത്തിനോടാണ് സിമിലാരിറ്റി കാണിക്കുന്നത്. കണ്ടോ, ലിഥിയം ഷോസ് സിമിലാരിറ്റീസ് ടു മെഗ്നീഷ്യം ആൻഡ് ബെർലിയം ഷോസ് സിമിലാരിറ്റീസ് ടു അലുമിനിയം ഇൻ മെനി ഓഫ് ദെയർ പ്രോപ്പർട്ടീസ്. ഓക്കെ ആണല്ലോ. ആൻഡ് ദിസ് ഡയഗണൽ സിമിലാരിറ്റി, ഈ ഒരു ഡയഗണൽ സിമിലാരിറ്റിനെ പറയുന്ന പേരാണ് ഡയഗണൽ റിലേഷൻ. സെക്കൻഡ് എലമെന്റുമായിട്ട് ഡയഗണലി, നമ്മൾ ഡയഗണലൊക്കെ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം അല്ലെ, മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ. അപ്പൊ ഡയഗണലി എന്ത് കാണിക്കും? ഒരു സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ആ സിമിലാരിറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ. ഇനി അവർ എന്തൊക്കെ സിമിലാരിറ്റീസാ കാണിക്കുന്നത്, എന്തൊക്കെ പ്രോപ്പർട്ടീസാ കാണിക്കുന്നതൊക്കെ നമുക്ക് താഴത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ അല്ലേ? ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് ഇവർ കാണിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ അയോണിക് സൈസ്. എന്തുകൊണ്ടാണ്? അവരുടെ അയോണിക് സൈസ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ നമുക്ക് പൊളാരിറ്റി പറയാം. ഇത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എന്ത് കാണിക്കുന്നത്, ഈ ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. അടുത്ത് നമുക്ക് ആൽക്കലി മെറ്റൽസിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആരെ കുറിച്ചാണ്? ആൽക്കലി മെറ്റൽസിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. യെസ്, ആൽക്കലി മെറ്റൽസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അതായത് അവർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അയോണിക് റേഡിയസ്, അറ്റോമിക് റേഡിയസ്, അയോണൈസേഷൻ എൻതാൽപ്പി, ഹൈഡ്രേഷൻ എൻതാൽപ്പി, പിന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ അല്ലേ? ഗ്രൂപ്പ് 1 ആൽക്കലി മെറ്റൽസ്, ഇതേപോലെ ഗ്രൂപ്പ് 2 ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കി പോവാം. ആൽക്കലി മെറ്റൽസിന്റെ മറ്റേ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. NS1 ആണ് അല്ലെ അവരുടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എലമെന്റ് സിമ്പൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അതിൽ ലിഥിയം അല്ലെ 1s2 2s1. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? 2s1 അല്ലെ. എത്രയാണ് ലിഥിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? എന്താ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, 2s1. ഓക്കെ ആണല്ലോ. ഇവിടെ വരുമ്പോ അത് സോഡിയത്തിനാകുമ്പോ 3s1. അതുപോലെ തന്നെ പൊട്ടാസ്യത്തിനാകുമ്പോൾ 4s1, റുബീരിയം 5s1. അപ്പൊ എന്താണ് ലാസ്റ്റത്തെ? എന്താണ്? NS1 അല്ലെ. ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ NS1. ആ N എന്ന് പറയുന്നത് 1 2 3 4 എത്ര വേണമെങ്കിലും ആവാന്ന് നാം പറഞ്ഞു അല്ലെ. അപ്പൊ NS1 ആണ് അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. പിടികിട്ടിയല്ലോ. ഇനി അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയായി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഭാഗം വായിച്ചു പോകേണ്ട, അത്യാവശ്യം മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്? അറ്റോമിക് അയോണിക് റേഡിയസ് ഓഫ് ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? നമ്മളൊരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഫ്രം ലിഥിയം ടു സീഷ്യത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? യെസ്, കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ പീരിയോഡിക് ടേബിളിൽ പീരിയോഡിക് ട്രെൻഡ്സ് പഠിച്ച ആൾക്കാരാണ്. അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കും, പീരീഡിൽ എങ്ങനെയായിരിക്കും, പീരിയോഡിക് ട്രെൻഡ്സിന്റെ വേരിയേഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ് അല്ലെ. സോ നമുക്ക് ഇവിടെ എന്ത് പറയാം? അറ്റോമിക് റേഡിയായി അല്ലെങ്കിൽ അയോണിക് റേഡിയസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പില് മുകളിൽ നിന്നും താഴത്തേക്ക് വരുന്തോറും എന്ത് ചെയ്യുന്നു? കൂടി വരികയാണ് ചെയ്യുന്നത്. ബിക്കോസ് നമ്പർ ഓഫ് ഷെൽസ് കൂടി വരുന്നു അല്ലെ. ഷെല്ലുകളുടെ എണ്ണം കൂടുന്നു, അറ്റോമിക് നമ്പർ കൂടുന്നു. അതിന്റെ ഫലമായിട്ട് അറ്റോമിക് റേഡിയായി അല്ലെങ്കിൽ അയോണിക് റേഡിയായി മുകളിൽ നിന്നും താഴത്തേക്ക് വരുമ്പോൾ കൂടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി. എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണല്ലേ. അയോണൈസേഷൻ എൻതാൽപ്പി എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് ആൽക്കലി മെറ്റൽസ് എന്തായിരിക്കും? എങ്ങനെയായിരിക്കും അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്? കൺസിഡറബിളി ലോ ആയിരിക്കും, വളരെ കുറവായിരിക്കും. ആൻഡ് ഡിക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ഫ്രം ലിഥിയം ടു സീഷ്യം. അപ്പൊ ലിഥിയത്തിൽ നിന്ന് സീഷ്യത്തേക്ക് വരുംതോറും അയോണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ.
അയോണൈസേഷൻ എന്താൽപ്പി എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. എന്തുകൊണ്ട് അയോണൈസേഷൻ എന്താൽപ്പി കുറയാനുള്ള കാരണം? നമ്പർ ഓഫ് ഷെൽസ് കൂടുകയാണ് അല്ലെ. നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നു പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ന്യൂക്ലിയസിൽ നിന്നും അകന്നകന്ന് പോവുകയാണ് ഇലക്ട്രോൺസ്. എത്രത്തോളം അകന്നകന്ന് പോകുന്നു അത്രത്തോളം അവർ തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരികയല്ലേ ചെയ്യുള്ളൂ. അപ്പൊ അട്രാക്ഷൻ കുറയും തോറും നമുക്ക് ഈസി ആയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കും അല്ലെ, ലിബറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അവിടെ എത്ര എനർജി കൊടുക്കേണ്ടി വരുള്ളൂ? വളരെ കുറച്ച് എനർജി കൊടുത്താൽ മതിയാവും അല്ലെ. സോ അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ആൽക്കലി മെറ്റൽസിന്. അതും മുകളിൽ നിന്നും താഴത്തേക്ക് വരുന്തോറും, ലിഥിയത്തിൽ നിന്നും സീഷ്യത്തിലേക്ക് വരുന്തോറും എന്ത് ചെയ്യുന്നു? അയോണൈസേഷൻ എന്താൽപ്പി കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അല്ലെ. എന്തുകൊണ്ടാണ്? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വീണ്ടും പറഞ്ഞിട്ടുള്ളത്. ഇനി ഹൈഡ്രേഷൻ എന്താൽപ്പി അല്ലെ, വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന അല്ലെ, വാട്ടറുമായിട്ട് റിയാക്ഷൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അവിടെ വേണ്ട എനർജി, അതാണ് ഹൈഡ്രേഷൻ എന്താൽപ്പി. അപ്പൊ നമ്മുടെ ഹൈഡ്രേഷൻ എന്താൽപ്പി ഓഫ് ആൽക്കലി മെറ്റൽ അയോൺസ് എങ്ങനെയാണ്? യെസ്, അയോണിക് സൈസ് കൂടുന്നത് കൊണ്ട് ഹൈഡ്രേഷൻ എന്താൽപ്പി കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ എന്താൽപ്പി കാണിക്കുന്നത് ലിഥിയം ആയിരിക്കും. ലിഥിയത്തിൽ നിന്നും താഴത്തേക്ക് സോഡിയം, പൊട്ടാസ്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സീഷ്യത്തിലേക്ക് വരുന്തോറും ആ ഒരു ഹൈഡ്രേഷൻ എന്താൽപ്പി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലെ. നമുക്ക് അതിന്റെ ഓർഡർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ലിഥിയം പ്ലസ് ഗ്രേറ്റർ ദാൻ, സോഡിയം പ്ലസ് ഗ്രേറ്റർ ദാൻ, കെ പ്ലസ് ഗ്രേറ്റർ ദാൻ, റുബീഡിയം പ്ലസ് ഗ്രേറ്റർ ദാൻ, സീഷ്യം പ്ലസ് ആണല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ ലിഥിയം പ്ലസിനാണ്, ഏറ്റവും കുറവ് CS+നാണ്, സീഷ്യത്തിനാണ്. ഓക്കെ അല്ലെ. അതുപോലെ തന്നെ ലിഥിയത്തിനാണ് ഏറ്റവും കൂടുതൽ ഹൈഡ്രേഷൻ എന്താൽപ്പി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ലിഥിയം സോൾട്ടുകൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തതിനു ശേഷം എന്ത് ഫോം ചെയ്യും? ഹൈഡ്രേറ്റ്സ് ഫോം ചെയ്യും. അതിനൊരു എക്സാമ്പിൾ ആണ് LiCl.2H2 എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നു എന്ന് മാത്രം. ഓക്കെ അല്ലെ. അതിനുശേഷം നമുക്ക് ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലേക്ക് നമുക്ക് പോവാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വന്നിട്ടുള്ളത്. ഓൾ ദ ആൽക്കലി മെറ്റൽസ് ആർ സിൽവറി വൈറ്റ്, സോഫ്റ്റ് ആൻഡ് ലൈറ്റ് മെറ്റൽസ്. എല്ലാ ആൽക്കലി മെറ്റൽസും ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം, എല്ലാ ആൽക്കലി മെറ്റൽസും സിൽവറി വൈറ്റ് കളറാണ്. ഓക്കെ അല്ലെ. നമ്മുടെ വെള്ളി പോലെ നല്ല സിൽവർ അല്ലെ, സിൽവറി വൈറ്റ് കളർ ആയിട്ടുള്ള ആൾക്കാരാണ്. സോഫ്റ്റ് ആണ്, അതേപോലെ ലൈറ്റ് മെറ്റൽസ് ആണ് അല്ലെ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇനി ബിക്കോസ് ഓഫ് ദി ലാർജർ സൈസ് ദീസ് എലമെന്റ്സ് ഹാവ് ലോ ഡെൻസിറ്റി വിച്ച് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ഫ്രം ലിഥിയം ടു സീഷ്യം. അപ്പൊ എങ്ങനെയാണ്? അവർക്ക് ലാർജർ സൈസ് ആയതുകൊണ്ട് ദീസ് എലമെന്റ്സ് ഹാവ് ലോ ഡെൻസിറ്റി, ഇവർക്ക് എങ്ങനെയാണ്? ഡെൻസിറ്റി വളരെ കുറവാണ്. വിച്ച് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ്, ലിഥിയത്തിൽ നിന്നും സീഷ്യത്തിലേക്ക് വരുന്തോറും ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. ബട്ട് കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സൈസ് കൂടുതലായത് കൊണ്ട് തന്നെ ഇവരുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോ ഡെൻസിറ്റി ആയിരിക്കും. ഹവർ പൊട്ടാസ്യം ഈസ് ലൈറ്റർ ദാൻ സോഡിയം, അതായത് പൊട്ടാസ്യം എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റ് സോഡിയത്തിനെക്കാട്ടിലും ലൈറ്റർ ആണ്. അതുപോലെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ആൽക്കലി മെറ്റൽസ് ആർ ലോ, ഇൻഡിക്കേറ്റിംഗ് വീക്ക് മെറ്റാലിക് ബോണ്ടിങ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഓൺലി എ സിംഗിൾ ബാലൻസ് ഇലക്ട്രോൺ ഇൻ ദം. ഓക്കെ അല്ലെ. ഇവിടെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. ഓക്കെ ആണല്ലോ. കാരണം അവർക്ക് വീക്ക് ആയിട്ടുള്ള ഒരു മെറ്റാലിക് ബോണ്ടിങ് ആണ് ഉണ്ടാവുന്നത്. കാരണം വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഇലക്ട്രോണിൽ ഉണ്ടാവുള്ളൂ. NS1 നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, 1 അല്ലേ. അപ്പൊ വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരൊറ്റ ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നതും ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നതും വളരെ കുറവായിരിക്കും. ഓക്കെ അല്ലെ. ഇനി ദ ആൽക്കലി മെറ്റൽസ് ആൻഡ് ദെയർ സോൾട്ട് impart characteristic color to an oxidizing flame. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഫ്ലെയിം ടെസ്റ്റ് കാണിക്കുന്നുണ്ട് അല്ലെ, കളർ കൊടുക്കുന്നുണ്ട്. ദിസ് ഈസ് ബിക്കോസ്, എന്തുകൊണ്ടാണ്? ദ ഹീറ്റ് ഫ്രം ദ ഫ്ലെയിം exerts the outermost orbital electron to a higher energy level. When the excited electron comes back to the ground state, there is emission of radiation in the visible region as given below. അതായത് എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ള കാരണം? യെസ്, അതായത് നമ്മുടെ ഈ ഒരു ആൽക്കലി മെറ്റൽസ് എന്ത് കാണിക്കുന്നുണ്ട്? ഫ്ലെയിം ടെസ്റ്റ് കാണിക്കുന്നുണ്ട്. ഫ്ലെയിം ടെസ്റ്റ് കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആൽക്കലി മെറ്റൽസിനെ, ഏത് ആൽക്കലി മെറ്റൽസ് എന്ന് പറയുമ്പോൾ ആര് വേണമെങ്കിലും ആവാലോ, അവരെ നമ്മൾ ഹീറ്റ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചൂടടിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരൊറ്റ ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, വാലൻസ് ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നറിയോ? ഈ ചൂടടിക്കുമ്പോൾ എനർജി കിട്ടിയിട്ട് അത് ഹയർ എനർജി ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും.
അങ്ങനെ ഹയർ എനർജി ലെവൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവൻ സ്റ്റേബിൾ ആണോ? ഒരിക്കലും സ്റ്റേബിൾ അല്ല അല്ലെ. അപ്പൊ അവൻ എന്ത് വേണം? താഴത്തേക്ക് തിരിച്ചു വരണം. താഴത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ആ കിട്ടിയിട്ടുള്ള എനർജി എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം അല്ലെ. ആ എനർജി റിലീസ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? നമ്മുടെ വിസിബിൾ റീജിയനിലേക്കാണ്. നമ്മൾ IR, ഇൻഫ്രാറെഡ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? UV അല്ലെ, നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ. അതിൽ വിസിബിൾ റീജിയനിലേക്കാണ് ഇവരെന്ത് ചെയ്യുന്നത്? ആ ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അത് ആ വിസിബിൾ റീജിയനിൽ വരുന്ന കളേഴ്സ് അനുസരിച്ചിട്ട് ഓരോരുത്തരും പല നിറത്തിലാണ് കാണപ്പെടുന്നത്, ഫ്ലെയിം ടെസ്റ്റ് കാണിക്കുന്നത്. ഓക്കെ അല്ലെ. അതിൽ നമുക്ക് തന്നിട്ടുണ്ട് ആരൊക്കെ ഏതൊക്കെ നിറത്തിലാണ് ഫ്ലെയിം ടെസ്റ്റ് കാണിക്കുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. ലിഥിയം എന്ന് പറയുന്നത് ക്രിംസൺ റെഡ് ആണ്, λ/n എന്ന് എഴുതിയിട്ടുള്ളത്. അവിടുത്തെ വേവ് ലെങ്ത് ആണ് കാണിച്ചിട്ടുള്ളത്. ലിഥിയത്തിന് ക്രിംസൺ റെഡ് ആണ്, സോഡിയം യെല്ലോ കളർ ആണ്, പൊട്ടാസ്യം വയലറ്റ് കളർ ആണ്, റുബീഡിയം റെഡ് വയലറ്റ് കളർ ആണ്, സീഷ്യം ബ്ലൂ കളർ ആണ്. അപ്പൊ ഫ്ലെയിം ടെസ്റ്റ് ആരൊക്കെ ഏതൊക്കെ കളേഴ്സ് കാണിക്കുന്നു എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം. എങ്ങനെയാണ് ഫ്ലെയിം ടെസ്റ്റ് കാണിക്കുന്നത്? യെസ്, ഫ്ലെയിം ടെസ്റ്റ് കാണിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് s ഓർബിറ്റലാണ്. s ഓർബിറ്റലാണ് ഇവരുടെ വാലൻസ് ഇലക്ട്രോൺ ഉള്ളത്. ഇവരെന്ത് ചെയ്യും? നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ എനർജി കിട്ടും. ആ എനർജി കൊണ്ട് ഇവർ ഹയർ എനർജി ഓർബിറ്റൽസിലേക്ക് എക്സൈറ്റഡ് ആവുന്നു. എക്സൈറ്റഡ് ആയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ ഇവർ സ്റ്റേബിൾ ആണോ? അല്ല. ഇവർക്ക് എത്രയും പെട്ടെന്ന് താഴത്തേക്ക് വരണം അല്ലേ. അങ്ങനെ താഴത്തേക്ക് വരണമെങ്കിൽ ഈ എനർജി എന്ത് ചെയ്യണം? പുറത്തേക്ക് റിലീസ് ചെയ്യണം. അങ്ങനെ അവർ എമിറ്റ് ചെയ്യുന്ന ആ എനർജി എന്ന് പറയുന്നത് വിസിബിൾ റീജിയനിൽ പല കളേഴ്സ് ഉണ്ട് അല്ലെ. അതിൽ ഏതെങ്കിലും ഒരു കളറിലായിരിക്കും ഉണ്ടാവുന്നത്. ആ കളേഴ്സ് ആണ്, അല്ലെങ്കിൽ ആ കളറാണ് നമുക്ക് ഫ്ലെയിം ടെസ്റ്റ് ആയിട്ട് കാണപ്പെടുന്നത്. അതിൽ ലിഥിയത്തിന്റെ കളറ്, സോഡിയത്തിന്റെ കളറ്, പൊട്ടാസ്യത്തിന്റെ കളറ്, റുബീഡിയത്തിന്റെ കളറ്, സീഷ്യത്തിന്റെ കളറ് പലതും പല തരത്തിലാണ് അല്ലെ. അപ്പൊ ഏതാണ് അവരുടെ കളർ എന്ന് പഠിച്ചിരിക്കണം. ഓക്കെ അല്ലെ. പിടികിട്ടിയല്ലോ. Alkali metals can therefore be detected by the respective flame test and can be determined by flame photometry or atomic അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി അല്ലെ. അതായത് നമുക്ക് ആൽക്കലി മെറ്റൽസ് നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലെയിം ടെസ്റ്റ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫ്ലെയിം ഫോട്ടോമെട്രി, അറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി ഇങ്ങനെയുള്ള പ്രോസസ്സ് വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ആൽക്കലി മെറ്റൽസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലെ. പിടികിട്ടിയല്ലോ. മനസ്സിലായില്ലേ? അപ്പൊ ആൽക്കലി മെറ്റൽസ് എന്ത് തരുന്നുണ്ടെന്ന് ഓർത്ത് വെക്കണം. ഫ്ലെയിം ടെസ്റ്റ് കാണിക്കുന്നുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. പിടികിട്ടിയോ? ഓക്കെ അല്ലെ. നെക്സ്റ്റിലേക്ക് പോവാലോ. അപ്പൊ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു. അവരുടെ അയോണൈസേഷൻ എന്താൽപി, അറ്റോമിക് റേഡിയൈ പറഞ്ഞു, ഹൈഡ്രേഷൻ എന്താൽപി നോക്കി. ഇനി നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് ഇപ്പൊ നമ്മൾ നോക്കി കഴിഞ്ഞത്. ഓക്കെ അല്ലെ. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കെമിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പൊ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ, ഫ്ലെയിം ടെസ്റ്റിന്റെ കാര്യമൊക്കെ ഓർത്ത് വെക്കുക. മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റിന്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ്. The alkali metals are highly reactive due to their large size and low ionization enthalpy. ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആണ്. എന്തുകൊണ്ടാണ് ആൽക്കലി മെറ്റൽസ് റിയാക്ടിവിറ്റി കാണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ സൈസ് വളരെ കൂടുതലാണ്, അവരുടെ അയോണൈസേഷൻ എന്താൽപി വളരെ കുറവാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ആൽക്കലി മെറ്റൽസ് എന്ത് കാണിക്കുന്നുണ്ട്? ഭയങ്കര റിയാക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് എയർ, വാട്ടർ അല്ലെ, അങ്ങനെ ഓരോരുത്തരും ഓക്സിജൻ അല്ലെ, ഇതുമായിട്ടുള്ള ഇവരുടെ റിയാക്ടിവിറ്റി നമുക്കൊന്ന് നോക്കി നോക്കാം. റിയാക്ടിവിറ്റി ടുവേർഡ്സ് എയർ എന്ന് പറയുമ്പോൾ alkali metals tarnish in dry air due to the formation of their oxides, which in turn react with moisture to form hydroxide. അപ്പൊ ആൽക്കലി മെറ്റൽസ് എയറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ടാർണിഷ് ആവുകയും പിന്നെ എന്ത് ചെയ്യുന്നു? അതിനുശേഷം അവർ ഓക്സൈഡുകൾ അല്ലെ, അവർ ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നത് കൊണ്ട് അല്ലെ, ഡ്രൈ എയറിന്റെ പ്രസൻസിൽ അവർ ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നത് കൊണ്ട് ടാർണിഷ് ആവുകയും അഗെയിൻ മോയ്സ്ചറുമായിട്ട് റിയാക്ഷൻ വരുന്ന സമയത്ത് അവർ ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ആൽക്കലി മെറ്റൽസ് എയറുമായിട്ട് റിയാക്ഷനിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നു. ആ ഓക്സൈഡുകൾ മോയിസ്റ്റ് എയറുമായിട്ട് പ്രസൻസിൽ വരുന്ന സമയത്ത് ഹൈഡ്രോക്സൈഡുകളാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലെ. ദ ബേൺ വിഗ്രസ്ലി ഇൻ ഓക്സിജൻ ടു ഫോമിങ് ഓക്സൈഡ്. വിഗ്രസ്ലി പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അല്ലെ, വളരെ പെട്ടെന്ന് തന്നെ അവർ ഓക്സിജനുമായിട്ട് റിയാക്ഷൻ നടത്തിയിട്ട് ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നു. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ലിഥിയം മോണോക്സൈഡ് ഫോം ചെയ്യും, സോഡിയം പെറോക്സൈഡ് ഫോം ചെയ്യും, ബാക്കിയുള്ള മെറ്റൽസ് ഒക്കെ സൂപ്പർ ഓക്സൈഡുകളാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലെ. പിടികിട്ടിയോ? The super oxide O2- ion is stable only in the presence of large cations such as potassium, rubidium, cesium. അപ്പൊ നമ്മൾ പറഞ്ഞു മോണോ ഓക്സൈഡ്
പെർ ഓക്സൈഡ് സൂപ്പർ ഓക്സൈഡ് എന്ന് പറയും അല്ലെ. അപ്പൊ ഈ സൂപ്പർ ഓക്സൈഡിലുള്ള O2 മൈനസ് അയോൺ എന്ന് പറയുന്നത് എപ്പോൾ മാത്രമേ സ്റ്റേബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ? ലാർജ് കാറ്റയോൺസ് ആണ്. ഇപ്പൊ പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം പോലുള്ള ലാർജ് കാറ്റയോൺസിന്റെ പ്രസൻസിൽ മാത്രമേ ഈ O2 മൈനസ് അയോൺ, നമ്മുടെ സൂപ്പർ ഓക്സൈഡ് അയോൺ ആയിട്ടുള്ള O2 മൈനസ് സ്റ്റേബിൾ ആയിട്ടുള്ളൂ. ബാക്കി ആരുടെ പ്രസൻസിലും എന്തല്ല, സ്റ്റേബിൾ അല്ല. ഓക്കെ അല്ലേ? അപ്പോ നമ്മുടെ ആൽക്കലി മെറ്റൽസ് ഡ്രൈ അയറിന്റെ പ്രസൻസിൽ റിയാക്ഷൻ വരുന്ന സമയത്ത് ടാർണിഷ് ആവുന്നു. ടാർണിഷ് ചെയ്തിട്ട് അവർ ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നു. ഈ ഓക്സൈഡുകൾ വീണ്ടും മോയ്സ്ചറുമായിട്ട് റിയാക്ഷൻ വരുന്ന സമയത്ത് ഹൈഡ്രോക്സൈഡുകൾ ഫോം ചെയ്യുന്നു. അതുപോലെ ആൽക്കലി മെറ്റൽസ് എവിടെ ഓക്സിജനെ കണ്ടാലും വിഗറസ് ആയിട്ട് കയറി റിയാക്ട് ചെയ്തിട്ട് മോണോക്സൈഡും സൂപ്പർ ഓക്സൈഡും പെർ ഓക്സൈഡ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലെ? അതില് ഓരോരുത്തരും ഫോം ചെയ്യുന്ന ഓക്സൈഡുകൾ നമുക്ക് റിയാക്ഷൻ വെച്ച് തന്നിട്ടുണ്ട്. ലിഥിയം Li2O എന്ന് പറഞ്ഞിട്ടുള്ള ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നത്. മോണോ ഓക്സൈഡ് ആണ് ലിഥിയം ഫോം ചെയ്യുന്നത്. അതുപോലെ സോഡിയം Na2O2 അല്ലെ പെർ ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള മെറ്റൽസ് ഒക്കെ സൂപ്പർ ഓക്സൈഡ് ആണ്, MO2. എക്സാമ്പിൾ ആയിട്ട് റുബീഡിയം, സീഷ്യം, പിന്നെ പൊട്ടാസ്യം പോലുള്ള ആൾക്കാരൊക്കെ KO2 ഇതൊക്കെ സൂപ്പർ ഓക്സൈഡുകളാണ്. കാരണം ഈ O2 മൈനസ് എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ളത് ഇവരുമായിട്ട് മാത്രമായിരിക്കും. ഹയർ കാറ്റയോൺസ് താഴത്തേക്ക് വരുമ്പോൾ സൈസ് കൂടുന്നു പറഞ്ഞു അല്ലെ. അപ്പൊ ഹയർ നമ്പർ ഓഫ് കാറ്റയോൺസിൽ ആൾക്കാരുമായിട്ടാണ് ഈ സൂപ്പർ ഓക്സൈഡത്തെ O2 മൈനസ് സ്റ്റേബിൾ ആയിട്ടുള്ളൂ. സോ അവര് മാത്രമാണ് സൂപ്പർ ഓക്സൈഡുകൾ ഫോം ചെയ്യുള്ളൂ. പിടികിട്ടിയല്ലോ. ഇനി ഈ എല്ലാ ഓക്സൈഡ്സുകളും നമ്മുടെ ആൽക്കലി മെറ്റൽസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. അതിൽ ലിഥിയം എന്ത് ചെയ്യുന്നുണ്ട്? എക്സെപ്ഷണൽ ബിഹേവിയർ കാണിക്കുന്നുണ്ട്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ലിഥിയം എന്ന് പറഞ്ഞാല് നൈട്രജനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നൈട്രൈഡ്സ് ഫോം ചെയ്യും. ഇപ്പൊ Li3N കണ്ടോ, അതൊരു നൈട്രൈഡ് ആണ്, ലിഥിയത്തിന്റെ നൈട്രൈഡ് ആണ്. ഓക്കെ അല്ലേ? പിടികിട്ടിയോ? അപ്പൊ ഇതിൽ എല്ലാത്തിലും നമ്മുടെ ആൽക്കലി മെറ്റൽസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. അതിലും ലിഥിയം ഒരു എക്സെപ്ഷണൽ കേസ് കാണിക്കുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ലിഥിയം നൈട്രൈഡുമായിട്ട് റിയാക്ട് ചെയ്യും അല്ലെ, അല്ലെങ്കിൽ നൈട്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് നൈട്രൈഡ് ഫോം ചെയ്യുന്നു, Li3N. ഓക്കെ അല്ലെ? ഇനി ഇവിടെ എയറും വാട്ടറുമായിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഹൈ റിയാക്ടിവിറ്റി കാണിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആൽക്കലി മെറ്റൽസിനൊക്കെ നമ്മൾ നോർമലി കെറോസിൻ, പാരഫിൻ പോലുള്ളതിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ നമ്മൾ സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ടാണ് കെറോസിനിൽ കെപ്റ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് ഓഫ് ദിയർ ഹൈ റിയാക്ടിവിറ്റി ടുവേർഡുമായിട്ട് റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ടാർണിഷ് ആയി പോകുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ ഹൈഡ്രേഷൻ കാണിക്കുന്നതിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഈ ഹൈ റിയാക്ടിവിറ്റി കാരണം വാട്ടറുമായിട്ടും അതുപോലെ തന്നെ ഈ ഒരു എയറുമായിട്ടുള്ള ഹൈ റിയാക്ടിവിറ്റിയിലൊക്കെ നമ്മൾ സൂക്ഷിക്കുന്നത്. കെറോസിനിൽ നമ്മൾ സോഡിയത്തിനൊക്കെ നിങ്ങൾ ലാബിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ സോഡിയം ഒക്കെ കെപ്റ്റ് ചെയ്യുന്നത് നമ്മൾ കെറോസിനിലായിരിക്കും. ബിക്കോസ് അവർ ആ ഹൈ റിയാക്ടിവിറ്റി കാരണമാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? പിടികിട്ടിയല്ലോ. ഇനി അടുത്തതാണ് റിയാക്ടിവിറ്റി ടുവേർഡ്സ് വാട്ടർ. വാട്ടറുമായിട്ടുള്ള റിയാക്ടിവിറ്റി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ആൽക്കലി മെറ്റൽസ് റിയാക്ട് വിത്ത് വാട്ടർ. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആൽക്കലി മെറ്റൽസ് റിയാക്ട് വിത്ത് വാട്ടർ ടു ഫോം ഹൈഡ്രോക്സൈഡ്. ഹൈഡ്രോക്സൈഡ് ഉണ്ടാവുന്നു, ഒപ്പം തന്നെ ഡൈഹൈഡ്രജനും ഉണ്ടാകുന്നു. ഇപ്പൊ നമ്മൾ ഇതാണ് ആൽക്കലി മെറ്റൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആൽക്കലി മെറ്റൽ വേണമെങ്കിലും ആകാം. അതെന്ത് ചെയ്യുന്നു? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യുന്നു? ഇവിടെ അല്ലെ M+ എന്ന് പറയുമ്പോൾ അയോൺ ഫോം ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ഹൈഡ്രോക്സൈഡ്, ഇതാണ് OH- ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു. അതേപോലെ തന്നെ H2 ഡൈഹൈഡ്രജനും ഫോം ചെയ്യുന്നു. പിടികിട്ടിയോ? അപ്പൊ റിയാക്ടിവിറ്റി ടുവേർഡ്സ് വാട്ടർ എന്ന് പറയുമ്പോൾ ആൽക്കലി മെറ്റൽസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മെറ്റൽ അയോൺ ആണ് ഫോം ചെയ്യുന്നത്. മെറ്റൽ അയോൺ ഉണ്ടാവുന്നു, അതോടൊപ്പം തന്നെ ഹൈഡ്രോക്സൈഡ് അയോൺ ഫോം ചെയ്യുന്നു, അതാണ് OH-, പിന്നെ ഡൈഹൈഡ്രജൻ H2. ഇത് നമ്മൾ ഡൈഹൈഡ്രജന്റെ ഒരു പ്രിപ്പറേഷൻ കൂടിയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പറയാം. ഓക്കെ അല്ലെ? പിടികിട്ടിയോ? പ്രിപ്പറേഷൻ അല്ല, ഡൈഹൈഡ്രജനുമായിട്ടുള്ള അല്ലെ, നമുക്ക് ഡൈഹൈഡ്രജന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? ഡൈഹൈഡ്രജൻ ഗ്യാസ് കൂടി ഇവിടെ ഫോം ചെയ്യുന്നു നമുക്ക് പറയാം. ഓക്കെ അല്ലെ? പിടികിട്ടിയോ? ഇനി നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇതാണ് വാട്ടറുമായിട്ടുള്ള ഇവരുടെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഡൈഹൈഡ്രജൻ ആണ്. ഡൈഹൈഡ്രജനുമായിട്ട് അല്ലെ, ആൽക്കലി മെറ്റൽസ് ഡൈഹൈഡ്രജനുമായിട്ട് എത്ര ടെമ്പറേച്ചറിലാണ്? 673. അതിലും ശ്രദ്ധിക്കണം, ലിഥിയം 1073 കെൽവിനിലാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഹൈഡ്രൈഡുകൾ ഫോം ചെയ്യുന്നു. അപ്പൊ ആൽക്കലി മെറ്റൽസ് എന്തുമായിട്ട് റിയാക്ട് ചെയ്തിട്ട്?
ആൽക്കലി മെറ്റൽസ് ഡൈഹൈഡ്രജൻ H2 ആയിട്ട് റിയാക്ഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ഫോം ചെയ്യും? മെറ്റൽ ഹൈഡ്രൈഡ് ഫോം ചെയ്യും അല്ലെ? ലിഥിയം ഹൈഡ്രൈഡ്, സോഡിയം ഹൈഡ്രൈഡ്, പൊട്ടാസ്യം ഹൈഡ്രൈഡ് പോലെയുള്ള മെറ്റൽ ഹൈഡ്രൈഡ്സ് ആണ് ഫോം ചെയ്യുന്നുണ്ടാവുന്നത്. അതിൽ ആ ടെമ്പറേച്ചർ ഒന്ന് ശ്രദ്ധിക്കണം. ആൽക്കലി മെറ്റൽസിൽ ബാക്കി എല്ലാവരും 673 673 കെൽവിൻ ടെമ്പറേച്ചറിലാണെന്നുണ്ടെങ്കിൽ ലിഥിയത്തിന് 1073 കെൽവിൻ ടെമ്പറേച്ചറിലാണ് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ അല്ലെ? ഇനി ഈ ആൽക്കലി മെറ്റൽ ഹൈഡ്രൈഡ്സ് എന്ന് പറയുമ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഹൈഡ്രൈഡുകളൊക്കെ അയോണിക് സോളിഡ്സ് വിത്ത് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇവരൊക്കെ അയോണിക് സോളിഡുകളാണ്. ഇവരുടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇനി ഹാലജനുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? വളരെ വിഗ്രസ് ആയിട്ട് തന്നെ ഇവർ ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹാലൈഡുകൾ, അയോണിക് ഹാലൈഡുകളാണ് ഫോം ചെയ്യുന്നത്. അയോണിക് എന്ന് പറയാനുള്ള കാരണം മനസ്സിലായോ? ഇപ്പൊ കണ്ടോ, അയോണിക് സോളിഡ്, അയോണിക് ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നു അല്ലെ? കണ്ടോ, 2M+H-, അതുപോലെ M+X-, അയോണിക് ആണ് അല്ലെ? നമ്മളൊരു ആറ്റം ഏതാണ്, അയോൺ ഏതാന്ന് മനസ്സിലാവണം കേട്ടോ. ആറ്റം എന്ന് പറയുന്നത് M ആണെന്നുണ്ടെങ്കിൽ അയോൺ എന്തായിരിക്കും? ഒന്നെങ്കിൽ M+ഓ M- ഒക്കെ അയോൺ ആണ്. അതായത് ഒരു ആറ്റം ഇലക്ട്രോണുകളെ സ്വീകരിക്കുകയോ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയോ ചെയ്യുമ്പോഴാണ് അത് അയോൺ ആയിട്ട് മാറുന്നത് അല്ലെ? അയോൺസിന് എപ്പോഴും ചാർജ് ഉണ്ടാവും, ഒന്നെങ്കിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് അല്ലെ? വിട്ടുകൊടുക്കുമ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്ന സമയത്തും അതുപോലെ സ്വീകരിക്കുന്ന സമയത്തുമാണ് ചാർജുകൾ ഉണ്ടാവുന്നത്. നമ്മൾ പഠിച്ചു അല്ലെ? അതിൽ തന്നെ പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്, അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പൊ അയോണിക് ഹാലൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? M+X-, അതാണ് എക്സ് എന്ന് പറയുമ്പോൾ ഹാലജനെ കാണിക്കുന്നതാണ് X- എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ഇവര് ഹാലജനുമായിട്ട് വിഗ്രസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് അയോണിക് ഹാലൈഡുകളാണ് ഫോം ചെയ്യുന്നുണ്ടാവുന്നത്. ഇതിൽ തന്നെ ലിഥിയം ഹാലൈഡ് എന്ന് പറയുന്നത് കോവാലന്റ് ആണെന്ന് ഓർത്ത് വെക്കുക. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദ ഹൈ പോളറൈസേഷൻ കപ്പാസിറ്റി അല്ലെങ്കിൽ കാപ്പബിലിറ്റി. ബിക്കോസ് ഓഫ് ഹൈ പോളറൈസിങ് കാപ്പബിലിറ്റി അല്ലെ? നമ്മുടെ ഇവരുടെ ഹൈ പോളറൈസിങ് കാപ്പബിലിറ്റി കാരണമാണ് ഈ ഒരു നേച്ചർ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് ഓഫ് ദെയർ ഹൈ പോളറൈസേഷൻ കാപ്പബിലിറ്റി ഓഫ് ലിഥിയം അയോൺ അല്ലെ? ലിഥിയം അയോണിന്റെ പോളറൈസിങ് കാപ്പബിലിറ്റി കാരണമാണ് ലിഥിയത്തിന്റെ ഹാലൈഡുകൾ എന്തായിട്ട് മാറിയിട്ടുള്ളത്? കൊവാലന്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ അല്ലെ? പിടികിട്ടിയല്ലോ, മനസ്സിലായോ? അപ്പൊ ഹാലൈഡുകൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അയോണിക് ഹാലൈഡുകളാണ് ഫോം ചെയ്യുന്നത്. അത് ലിഥിയത്തിന്റെ ഹാലൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോവാലന്റ് ആയിരിക്കും. ഓക്കെ അല്ലെ? മനസ്സിലായല്ലോ. ഇനി റെഡ്യൂസിങ് നേച്ചറിലേക്ക് പോയി കഴിഞ്ഞാൽ ആൽക്കലി മെറ്റൽസ് ആർ ഗുഡ് അല്ലെങ്കിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റുകളാണ് എന്ന് നമുക്ക് പറയാം. അതില് ലിഥിയം ബീങ് ദ മോസ്റ്റ് ആൻഡ് സോഡിയം ബീങ് ദ ലീസ്റ്റ് പവർഫുൾ അല്ലെ? അതിൽ ലിഥിയമാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. സോഡിയം എന്ന് പറയുന്നത് ലീസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള എന്താണ്? റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഓക്കെ അല്ലെ? മനസ്സിലായല്ലോ? ഇതിൽ തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട, റെഡ്യൂസിങ് നേച്ചറിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, ലിഥിയത്തിന്റെ റെഡ്യൂസിങ് നേച്ചർ അല്ലെങ്കിൽ റെഡ്യൂസിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. പൊട്ടാസ്യത്തിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ അല്ലെ? മനസ്സിലായല്ലോ? നമുക്ക് അതുപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയും. ഇലക്ട്രോ കെമിസ്ട്രിയിൽ വരുന്നതാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയുന്നത്. E- എന്നൊക്കെ പറയുന്നത് അതാണ്. E- എന്ന് വിട്ടാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വിച്ച് മെഷേഴ്സ് ദി റെഡ്യൂസിങ് പവർ റെപ്രസെന്റ്സ് ദി ഓവറോൾ ചേഞ്ച്. അതായത് നമ്മൾ റെഡ്യൂസിങ് പവറിനെ മെഷർ ചെയ്യുന്ന ഈ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും. ഓക്കെ അല്ലെ? മനസ്സിലായല്ലോ? ഈ വിത്ത് ദ സ്മോൾ സൈസ് ഓഫ് ഇറ്റ്സ് അയോൺ ലിഥിയം ഹാസ് the highest hydration enthalpy, which account for its high negative standard electrode potential value and its high reducing power. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണല്ലേ ഹൈഡ്രേഷൻ എൻതാൽപ്പിയുടെ കാര്യം. ലിഥിയത്തിന്റെ ഹൈഡ്രേഷൻ എൻതാൽപ്പി വളരെ കൂടുതലായിരിക്കും അല്ലെ? നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് മാത്രം. അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യം, ഹാലജനുമായിട്ടും ഡൈഹൈഡ്രജനുമായിട്ടും അതേപോലെ തന്നെ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ പറഞ്ഞു. വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രോക്സൈഡും ഡൈഹൈഡ്രജനും ഒപ്പം മെറ്റൽ അയോണുമാണ് ഫോം ചെയ്യുന്നത്. ഡൈഹൈഡ്രജനുമായിട്ട് റിയാക്ഷൻ നടത്തുന്ന സമയത്ത് മെറ്റൽ ഹൈഡ്രൈഡുകൾ മെറ്റൽ ഹൈഡ്രൈഡ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഹാലജനുമായിട്ട് വരുമ്പോൾ മെറ്റൽ ഹാലൈഡുകളാണ് ഫോം ചെയ്യുന്നത്. റെഡ്യൂസിങ് നേച്ചറിൽ ലിഥിയത്തിന് റെഡ്യൂസിങ് നേച്ചർ കൂടുതലായിരിക്കും, പൊട്ടാസ്യത്തിന് റെഡ്യൂസിങ് നേച്ചർ വളരെ കുറവായിരിക്കും. ഓക്കെ അല്ലെ? ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ട കാര്യമാണ് ഏത്? യെസ്, ലിക്വിഡ് അമോണിയ ആയിട്ടുള്ള ഇവരുടെ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇത് നോട്ട് ചെയ്ത് വയ്ക്കണം. സൊല്യൂഷൻസ് ഇൻ ലിക്വിഡ് അമോണിയ. The alkali metal dissolved in liquid ammonia
ഗിവിംഗ് ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻസ് വിച്ച് ആർ കണ്ടക്ടിങ് ഇൻ നേച്ചർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കണം. അതായത് നമ്മുടെ ആൽക്കലി മെറ്റൽസിന് ലിക്വിഡ് അമോണിയയുമായിട്ട് റിയാക്ഷൻ നടത്തി അല്ലെങ്കിൽ ഡിസോൾവ് ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. അങ്ങനെ ഡിസോൾവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല, ആ സൊല്യൂഷന്റെ കളർ എന്തായിട്ട് മാറും? നല്ല ഡീപ്പ് ഡാർക്ക് ബ്ലൂ കളർ ആയിട്ട് മാറും. ആ സൊല്യൂഷൻസ് എങ്ങനെയായിരിക്കും? കണ്ടക്ടിങ് ഇൻ നേച്ചർ ആയിരിക്കും. ഓക്കെ അല്ലേ? അതിന്റെ റിയാക്ഷന്റെ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എം എന്ന് പറയുന്നത് എന്താണ്? ആൽക്കലി മെറ്റൽ ആണ്. എം എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽ ആണ്. എം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ, ഇത്ര മോളിക്യൂൾസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എക്സ് പ്ലസ് വൈ മോളിക്യൂൾസ് ഓഫ് NH3, ഇതാണ് ലിക്വിഡ് അമോണിയം. ഇതിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവുന്നു? MnH3X+ഉം EnH3Y- ഉണ്ടാവുന്നു. ഓക്കെ അല്ലേ? ഇതിനെ ഈ ഇത് കണ്ടോ, ഈ MnH3X+, ഇവരെ വിളിക്കുന്ന പേര് അമോണിയേറ്റഡ് മെറ്റൽ എന്നാണ്. ഓക്കെ അല്ലെ? അമോണിയേറ്റഡ് മെറ്റലും NH3Y- കണ്ടോ, ഇവരെ വിളിക്കുന്ന പേര് അമോണിയേറ്റഡ് ഇലക്ട്രോൺ എന്നാണ്. ഓക്കെ അല്ലെ? മനസ്സിലായോ? അപ്പൊ മെറ്റൽ ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ഡീപ്പ് ബ്ലൂ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നു. അതില് ഈ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേര്, അല്ലെങ്കിൽ ഈ ഒരു കോംപ്ലക്സിനെ വിളിക്കുന്ന പേര് അമോണിയേറ്റഡ് മെറ്റൽ എന്നാണെന്നുണ്ടെങ്കിൽ ഈ കോംപ്ലക്സിനെ വിളിക്കുന്ന പേര് അമോണിയേറ്റഡ് ഇലക്ട്രോൺ എന്നാണ്. ഓക്കെ അല്ലേ? ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺ എന്ത് ചെയ്യും? വിച്ച് അബ്സോർബ് എനർജി ഇൻ ദ visible region of the light and thus imparts blue color to the solution. ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? യെസ്, വിസിബിൾ റീജിയനിൽ നിന്നും എനർജിനെ അബ്സോർബ് ചെയ്യുന്നു അല്ലെ. ലൈറ്റിന്റെ വിസിബിൾ റീജിയനിൽ നിന്നും എനർജി അബ്സോർബ് ചെയ്തിട്ട് എന്ത് കളറാണ് ആ സൊല്യൂഷന് കൊടുക്കുന്നത്? ബ്ലൂ കളർ ആ സൊല്യൂഷന് കൊടുക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ സൊല്യൂഷൻ ബ്ലൂ കളറിൽ കാണപ്പെടുന്നത്. ഓക്കെ അല്ലെ? The solution is paramagnetic and on standing slowly liberate hydrogen resulting in the formation of amide. അതായത് ഈ സൊല്യൂഷൻ എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ ആണ്. ഓക്കെ അല്ലെ? ഡയാമാഗ്നറ്റിക് ഉണ്ട്, പാരാമാഗ്നറ്റിക് ഉണ്ട്. പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ ആണ്. അതുപോലെ തന്നെ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ ഇങ്ങനെ കുറച്ചു നേരം നമ്മൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഹൈഡ്രജൻ അവരെന്ത് ചെയ്യും? ലിബറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ അവിടെ ഉണ്ടാവുന്നത്? എന്തുണ്ടാവുന്നു? യെസ്, അമൈഡ് ആണ് പിന്നെ അവിടെ ഫോം ചെയ്യുന്നത് അല്ലെ. എന്തിന് കാരണമാകുന്നു? അമൈഡിന്റെ ഫോർമേഷന് കാരണമാകുന്നു. ഓക്കെ അല്ലെ? ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. അമൈഡിന്റെ ഫോർമേഷന് കാരണമാകുന്നു. ഓക്കെ അല്ലെ? റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലെ? ഇൻ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ദ ബ്ലൂ കളർ ചേഞ്ചസ് ടു ബ്രോൺസ് കളർ ആൻഡ് ബിക്കംസ് ഡയാമാഗ്നറ്റിക്. അങ്ങനെ എന്തുണ്ടാവുന്നു? ഈ അമൈഡ് ഫോം ചെയ്യുന്നു. ഈ ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഈ ബ്ലൂ കളറിൽ നിന്നും കുറച്ചു നേരം കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്തിട്ട് ബ്രോൺസ് കളറായിട്ട് മാറുകയും അല്ലെ, ബ്രോൺസിന്റെ കളറായിട്ട് മാറുകയും ആൻഡ് ബിക്കം ഡയാമാഗ്നറ്റിക്. പാരാമാഗ്നറ്റിക് ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പൊ എന്തായിട്ട് മാറുന്നു? ഡയാമാഗ്നറ്റിക് ആയിട്ട് മാറുകയും ചെയ്യുന്നു. പിടികിട്ടിയോ? അപ്പോ ലിക്വിഡ് അമോണിയയിലുള്ള സൊല്യൂഷൻസിന്റെ റിയാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ആൽക്കലി മെറ്റൽസ് ലിക്വിഡ് അമോണിയയിൽ ഡിസോൾവ് ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് ഡീപ്പ് ബ്ലൂ കളേർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഈ ഡീപ്പ് ബ്ലൂ കളേർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്താണ്? കണ്ടക്ടിങ് ഇൻ നേച്ചർ ആണ്. ഓക്കെ അല്ലെ? റിയാക്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ദ ബ്ലൂ കളർ ഓഫ് ദ സൊല്യൂഷൻ എന്തുകൊണ്ടാണ്? യെസ്, അവിടെ അമോണിയേറ്റഡ് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ടാണ് ബ്ലൂ കളർ കാണിക്കുന്നത്. ഈ അമോണിയേറ്റഡ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ലൈറ്റിന്റെ വിസിബിൾ റീജിയനിൽ നിന്നും എനർജിനെ അബ്സോർബ് ചെയ്തുകൊണ്ട് ആ സൊല്യൂഷന് ബ്ലൂ കളറിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവര് പാരാമാഗ്നറ്റിക് ആണ്. കുറച്ചു നേരം കൂടി നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്ത് പോവുകയും ആസ് എ റിസൾട്ട് അമൈഡ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഇതിന്റെ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷന്റെ കളർ എന്ത് ചെയ്യുന്നു? ബ്ലൂവിൽ നിന്നും ബ്രോൺസിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള ആൾക്കാര് ഡയാമാഗ്നറ്റിക് ആയിട്ട് മാറുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇതാണ് ലിക്വിഡ് അമോണിയയുമായിട്ടുള്ള റിയാക്ഷൻ. പിടികിട്ടിയല്ലോ? എന്തുകൊണ്ടാണ് ബ്ലൂ കളർ ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അമോണിയേറ്റഡ് ഇലക്ട്രോണിന്റെ കാര്യം മറക്കരുത്. ഇനി ഇവരുടെ യൂസസ്
ലിഥിയത്തിന്റെ പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻക്ലിൻ ഇവരുടെയൊക്കെ യൂസസിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ലിഥിയം മെറ്റൽ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്? നമ്മള് ലിഥിയം മെറ്റൽ നമ്മള് ഇസ് യൂസ്ഡ് ടു മേക്ക് യൂസ്ഫുൾ അലോയ്സ്. നമ്മൾ അലോയ്സിൽ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള അലോയ്സ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലിഥിയം മെറ്റലിനെ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് ഫോർ എക്സാമ്പിൾ വിത്ത് ലെഡ് ടു മേക്ക് വൈറ്റ് മെറ്റൽ ബിയറിംഗ് ഫോർ മോട്ടോർ എൻജിൻസ്. അതായത് ഇപ്പൊ നമ്മള് ലിഥിയത്തിനൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള അലോയ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ലിഥിയം ലെഡുമായിട്ട് ഫോർ എക്സാമ്പിൾ വിത്ത് ലെഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈറ്റ് മെറ്റൽ ബിയറിംഗ്. ഇപ്പൊ വൈറ്റ് മെറ്റൽ അതായത് നമ്മളെ മോട്ടോർ എൻജിൻസിനൊക്കെ ബിയറിങ്സ് ഉണ്ടാവില്ലേ? ബിയറിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലിഥിയം വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ലിഥിയത്തിന് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ എയർക്രാഫ്റ്റ് എയ്റോപ്ലെയിന്റെ ഒക്കെ പാർട്സ് ഉണ്ടാവുമല്ലോ, അതിന്റെ പാർട്സ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് അലുമിനിയം മെറ്റൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ ആർമർ പ്ലേറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മെഗ്നീഷ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം. മനസ്സിലായോ? അതുപോലെ തന്നെ തെർമോ ന്യൂക്ലിയർ റിയാക്ഷൻസിൽ നമ്മൾ ഇവരെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലിഥിയം ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെൽസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. മനസ്സിലായോ? അപ്പൊ ഓരോ മെറ്റൽസിനും അതിൻ്റെതായിട്ടുള്ള യൂസസ് ഉണ്ട്. പിടികിട്ടിയല്ലോ? അതുപോലെ സോഡിയം നമുക്ക് യൂസ് ചെയ്തിട്ട് സോഡിയം അല്ലെങ്കിൽ ലെഡ് അലോയ്സ് നമുക്ക് ഉണ്ടാക്കാം. പിടികിട്ടിയല്ലോ? അപ്പൊ ഇവരൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മള് പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ നവ ഡേയ്സ് നമ്മൾ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് നമ്മൾ വെഹിക്കിൾസിലൊക്കെ നമ്മൾ ലെഡ് ഫ്രീ പെട്രോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ? ലെഡ് ഫ്രീ ആയിട്ടുള്ള പെട്രോൾ ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ പണ്ട് ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഈ ഓർഗാനോ ലെഡ് കോമ്പൗണ്ട്സിനൊക്കെ നമ്മൾ എന്തിനു വേണ്ടി ഈ പെട്രോളില് ആന്റി നോക്ക് അഡിറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഗാനോ ലെഡ് കോമ്പൗണ്ട്സിനെയൊക്കെ നമ്മൾ ഈ പെട്രോളിന്റെ അഡിറ്റീവ്സ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ കുറച്ച് കാലഘട്ടങ്ങളായിട്ട് നമ്മൾ ലെഡ് ഫ്രീ പെട്രോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ? ലെഡ് ഫ്രീ ആയിട്ടുള്ള പെട്രോൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ലിക്വിഡ് സോഡിയം ഉണ്ടല്ലോ, സോഡിയത്തിന്റെ ലിക്വിഡ് സോഡിയം നമ്മൾ കൂളന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എവിടെ? ആസ് എ കൂളന്റ് ഇൻ ഫാസ്റ്റ് ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ നമ്മൾ കൂളന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പൊട്ടാസ്യം നമ്മുടെ ഇതില് പൊട്ടാസ്യം ഈ വൈറ്റൽ റോൾ ബയോളജിക്കൽ സിസ്റ്റത്തില് നമ്മൾ പൊട്ടാസ്യത്തിന് നമ്മുടെ ശരീരത്തിൽ തന്നെ അല്ലെ, പൊട്ടാസ്യം സോഡിയം പോലുള്ള ആൾക്കാർക്ക് ഒരു വൈറ്റൽ റോൾ തന്നെ ഉണ്ട് അല്ലെ? അതുപോലെ പൊട്ടാസ്യം ക്ലോറൈഡ് നമ്മൾ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ സോപ്പിന്റെ ഒക്കെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലെ? ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എൻ എക്സലന്റ് അബ്സോർബന്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു അബ്സോർബന്റ് കൂടിയാണ് അല്ലെ? എക്സലന്റ് അബ്സോർബന്റ് കൂടിയാണ് നമ്മുടെ പൊട്ടാസ്യം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലെ? പിന്നെ സീഷ്യം ഈസ് യൂസ്ഡ് ഇൻ ഡിവൈസിങ് ഫോട്ടോ ഇലക്ട്രിക് സെല്ലുകൾ ഡിവൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സീഷ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആൽക്കലി മെറ്റൽസിന്റെ യൂസസില് എയർക്രാഫ്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, പാർട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ബിയറിങ്സിന് മോട്ടോർ എൻജിൻസിന്റെ ബിയറിങ്സിന്റെ കാര്യം പറഞ്ഞു അല്ലെ? അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂസസ് ആർക്കുണ്ട്? ആൽക്കലി മെറ്റൽസിന് ഉണ്ട്. ഓക്കെ അല്ലേ? പിടികിട്ടിയല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഭാഗമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച ഒരു ഭാഗമായിരുന്നു അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ലിഥിയം അല്ലെ? ഞാൻ പറഞ്ഞു ലിഥിയവും ബെർലിയവും അനോമലസ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അത് ലിഥിയത്തിന്റെ അനോമലസ് പ്രോപ്പർട്ടിയുടെ കാരണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു? അവരുടെ സൈസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ ഹൈ പോളറൈസിങ് പവറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ? അയോണിക് സൈസ്, ലിഥിയം ഒക്കെ ഏറ്റവും മുകളിൽ കിടക്കുന്ന ആളാണ്. അയാളുടെ അയോണിക് സൈസ് വളരെ കുറവാണ് അല്ലെ? അതുപോലെ തന്നെ പോളറൈസിങ് പവർ എന്ന് പറയുന്നത്, അതായത് ചാർജ് ബൈ റേഡിയസ് റേഷ്യോ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പോളറൈസിങ് പവർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ആറ്റത്തിലുള്ള പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകളെ സെപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ പോളറൈസിങ് പവർ എന്ന് പറയാം. ആ പോളറൈസിങ് പവർ ഒക്കെ ആർക്ക് കൂടുതലാണ്? ലിഥിയത്തിന് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ലിഥിയം റെസ്റ്റ് ഓഫ് ദി എലമെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ എന്ത് കാണിക്കുന്നത്? യെസ്, എക്സെപ്ഷണൽ ബിഹേവിയർ കാണിക്കുന്നത് എന്ന് പറയാം.
ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അവരുടെ ഡിഫറൻസസ് ഒന്ന് നോക്കി വെച്ചാൽ ലിഥിയത്തിന്റെ ആ ഒരു ഡിഫറൻസസ് നമ്മൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡർ ആയിട്ടുള്ളത് ഒന്നാണ്. നമ്മൾ പൊതുവെ പറഞ്ഞു ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്, സിൽവറി വൈറ്റ് ആണ് അല്ലെ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമായിരുന്നു അല്ലെ. എന്നാൽ ഞാൻ പറഞ്ഞു ലിഥിയം എന്ന് പറയുന്നത് കുറച്ച് അല്ലെ ഏറ്റവും മുകളിൽ കിടക്കുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് വ്യത്യാസംകാരനാണ് അല്ലെ. അയാളുടെ ഗ്രൂപ്പിൽ കിടക്കുന്ന ആൾക്കാരെ ഒന്നല്ല, തൊട്ടടുത്ത് കിടക്കുന്ന ആളായിട്ടാണ് ഒരു ഇഷ്ടം അല്ലെ, സിമിലാരിറ്റി കാണിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ലിഥിയം എന്ന് പറയുന്നത് ഹാർഡർ ആണ്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും എന്ന് പറയുന്നത് എന്തായിരിക്കും, ബാക്കിയുള്ള ആൽക്കലി മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലായിരിക്കും. Lithium is least reactive but the strongest reducing agent among all the alkali metals. ഈ ലിഥിയം എന്ന് പറയുന്നത് വളരെ റിയാക്ടിവിറ്റി കുറവാണ്. ഇപ്പൊ നമ്മൾ വാട്ടറുമായിട്ട് അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് അല്ലെങ്കിൽ വേറെ ആരുമായിട്ട്, ഇപ്പൊ ഹാലോജനുമായിട്ട് അല്ലെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇവരുടെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് ഇത്തിരി കുറവാണെന്നുണ്ടെങ്കിലും പക്ഷെ അവരുടെ റെഡ്യൂസിങ് നേച്ചർ നമുക്ക് ഒട്ടും വിട്ടുവീഴ്ച വെക്കാൻ പറ്റാത്തതാണ്. ബാക്കിയുള്ള ആൽക്കലി മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ ആരാണ്, നമ്മുടെ ലിഥിയം എന്ന് പറയുന്നത് നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഇനി എയറുമായിട്ട് കമ്പഷൻ അല്ലെ, എയറുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മോണോക്സൈഡ് ആണ് ലിഥിയം ഫോം ചെയ്യുന്നത് പറഞ്ഞു. അതായത് Li2O ആണ്, മോണോ ഓക്സൈഡ് ആണ്. അതുപോലെ നൈട്രജനുമായിട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ നൈട്രൈഡ് Li3N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രൈഡ് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്, ലിഥിയത്തിനുണ്ട്. എന്നാൽ ബാക്കിയുള്ള ആൽക്കലി മെറ്റൽസിന് അതുണ്ടോ, അതില്ല അല്ലെ. ബാക്കിയുള്ള ആൽക്കലി മെറ്റൽസ് പെറോക്സൈഡും സൂപ്പർ ഓക്സൈഡ് ഒക്കെ ഫോം ചെയ്യുമ്പോൾ നമ്മുടെ ലിഥിയം ഫോം ചെയ്യുന്നത് മോണോ ഓക്സൈഡ് ആണ്. അതുപോലെ ലിഥിയം നൈട്രജനുമായിട്ട് റിയാക്ഷൻ നടത്തിയിട്ട് നൈട്രൈഡ് Li3N നൈട്രൈഡ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. ഓക്കെ അല്ലെ. ഇനി ലിഥിയം ക്ലോറൈഡ് ഈസ് ഡെലിക്വിസെന്റ് ആൻഡ് ക്രിസ്റ്റലൈസസ് ആസ് എ ഹൈഡ്രേറ്റ് LiCl.2H2O whereas other alkali metal chlorides do not form hydrates. ഇപ്പൊ LiCl എന്ന് പറയുന്നത് ഡെലിക്വിസെന്റ് ആണ്. ഓക്കെ അല്ലെ. ഇപ്പൊ നമ്മളത് തുറന്നു വെക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ എയറുമായിട്ട് തുറന്നു വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എയറുമായിട്ട് റിയാക്ഷൻ നടത്തും, ഡെലിക്വിസെന്റ് ആണ്. ആൻഡ് ക്രിസ്റ്റലൈസ് ചെയ്യും ആസ് എ ഹൈഡ്രേറ്റ്. നമ്മൾ പറഞ്ഞു അല്ലെ, ഹൈഡ്രേഷൻ എന്താൽപി ലിഥിയത്തിന് വളരെ കൂടുതലാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. LiCl.2H2O നമ്മളുടെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞ കോമ്പൗണ്ട് ആണ് അല്ലെ, കോംപ്ലക്സ് ആണ് LiCl.2H2O എന്ന് പറയുന്നത്. എന്നാൽ ബാക്കിയുള്ള ആൽക്കലി മെറ്റൽ ക്ലോറൈഡുകൾ ശ്രദ്ധിക്കണം അല്ലെ, NaCl അല്ലെ, സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ക്ലോറൈഡ് അല്ലെ, ഇവരൊന്നും എന്ത് ചെയ്യില്ല, ഹൈഡ്രേറ്റുകൾ ഫോം ചെയ്യില്ല. പക്ഷെ ലിഥിയം എന്ത് ഫോം ചെയ്യും, LiCl.2H2O എന്ന് പറഞ്ഞ ഹൈഡ്രേറ്റ് ഫോം ചെയ്യും. Lithium hydrogen carbonate is not obtained in the solid form while all other elements form solid hydrogen carbonate. ലിഥിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്ത് ചെയ്യില്ല, നമുക്ക് എങ്ങനെ കിട്ടില്ല, ലിഥിയം ഹൈഡ്രജൻ കാർബണേറ്റിനെ നമുക്ക് എങ്ങനെ കിട്ടില്ല എന്നാ പറയുന്നത്. യെസ്, നമുക്ക് സോളിഡ് ഫോമിൽ കിട്ടില്ല. എന്നാൽ ബാക്കി എല്ലാ ഹൈഡ്രജൻ കാർബണേറ്റുകളും നമുക്ക് എങ്ങനെ കിട്ടും, സോളിഡ് ഫോമിൽ കിട്ടും. ഈ ലിഥിയത്തിന്റെ ഹൈഡ്രജൻ കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ബൈകാർബണേറ്റ് മാത്രം നമുക്ക് എങ്ങനെ കിട്ടില്ല, സോളിഡ് ഫോമിൽ നമുക്ക് കിട്ടില്ല. ലിഥിയം അൺലൈക്ക് അതർ ആൽക്കലി മെറ്റൽസ് ഫോം നോ എത്തനൈഡ് ഓൺ റിയാക്ഷൻ വിത്ത് ഈഥൈൻ അല്ലെ, ഈഥൈനുമായിട്ട് റിയാക്ഷൻ നടത്തിയിട്ട് എത്തനൈഡ് ആര് ഫോം ചെയ്യില്ല, ലിഥിയം മറ്റുള്ള ആൽക്കലി മെറ്റൽസിനെ പോലെ ഫോം ചെയ്യില്ല. ഇനി ലിഥിയം നൈട്രേറ്റ് വെൻ ഹീറ്റഡ് ഗീവ്സ് ലിഥിയം ഓക്സൈഡ് whereas other alkali metal nitrates decomposes to give the corresponding nitrite. അതായത് ലിഥിയം നൈട്രേറ്റിനെ നമ്മൾ Li3 എന്ന് പറഞ്ഞില്ലേ, ലിഥിയം നൈട്രേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിഥിയം ഓക്സൈഡ് ഫോം ചെയ്യും. ഓക്കെ അല്ലെ. ലിഥിയം നൈട്രേറ്റ് ആണ്, മറ്റേത് നൈട്രേറ്റ് ആണ് നമ്മൾ പറയുന്നത്. നൈട്രേറ്റ് LiNO3 ഇതാണ് ലിഥിയം നൈട്രേറ്റ്. ഓക്കെ അല്ലെ. LiNO3 ലിഥിയം നൈട്രേറ്റ്, ഇത് നൈട്രൈഡ് ആണ് കേട്ടോ, നേരത്തെ പറഞ്ഞത് നൈട്രൈഡ് ആണ്. Li3N എന്ന് പറഞ്ഞ നൈട്രൈഡ് ആണ്, ശ്രദ്ധിക്കണം, ഇത് നൈട്രേറ്റ് ആണ്. ഈ നൈട്രേറ്റിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവുന്നു, നമുക്ക് ലിഥിയം ഓക്സൈഡ് ആണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ നിങ്ങൾ നോക്കിക്കോ, സോഡിയം നൈട്രേറ്റിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, അതിന്റെ കറസ്പോണ്ടിങ് നൈട്രൈറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. നൈട്രേറ്റിനെ ചൂടാക്കി കഴിഞ്ഞാൽ നൈട്രൈറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ബാക്കി ആരെ നിങ്ങൾ ചൂടാക്കി കഴിഞ്ഞാലും കറസ്പോണ്ടിങ് നൈട്രൈറ്റിനെ ആയിരിക്കും കിട്ടുന്നത്. എന്നാൽ ലിഥിയത്തിന് മാത്രമേ ഓക്സൈഡ് ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഓക്കെ അല്ലെ, അത് മനസ്സിലായല്ലോ. ഇനി
lithium fluoride, lithium oxide are comparatively much less soluble in water than the corresponding compounds of other alkali metals. അതായത് ലിഥിയം ഫ്ലൂറൈഡ്, ലിഥിയം ഓക്സൈഡ് ഒക്കെ കമ്പാരിറ്റീവ്ലി വെള്ളത്തിൽ അല്ലെ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ആൽക്കലി മെറ്റൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർ വാട്ടറുമായിട്ടുള്ള ആ ഒരു സൊല്യൂബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് ഇവരുടെ ഡിഫറൻസസ്. മറ്റ് ആൽക്കലി മെറ്റൽസുമായിട്ട് ലിഥിയത്തിന്റെ ഡിഫറൻസസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഓക്കെ അല്ലെ? ഡിഫറൻസസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ സിമിലാരിറ്റീസ്, നമുക്ക് സിമിലാരിറ്റീസ് കൂടി ഒന്ന് വേണമല്ലോ. അപ്പൊ നമ്മൾ സിമിലാരിറ്റീസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ the similarities between lithium and magnesium is particularly striking and arises because of their similar size. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലിഥിയവും, ഞാൻ പറഞ്ഞല്ലോ ലിഥിയവും മെഗ്നീഷ്യവും തമ്മിലാണ് സിമിലാരിറ്റി കാണിക്കുന്നത്, അതുപോലെ തന്നെ ബെർലിയവും അലുമിനിയം തമ്മിലാണ് സിമിലാരിറ്റി കാണിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അതായത് ഡയഗണൽ റിലേഷൻഷിപ്പ് കാണിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോ ഇത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം അവരുടെ സിമിലർ സൈസ് ആണ് ഒരു കാരണം എന്ന് പറയുന്നത്. സിമിലർ സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ അവരുടെ അറ്റോമിക് റേഡിയെ നമുക്ക് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറ്റോമിക് റേഡിയെ ലിഥിയത്തിന്റെ 152 പൈക്കോമീറ്ററും മെഗ്നീഷ്യത്തിന്റെ 160 പൈക്കോമീറ്ററുമാണല്ലേ, ഏകദേശം അടുത്തടുത്താണ്. അയോണിക് റേഡിയെ, അവരുടെ അയോണിക് റേഡിയെ ലിഥിയം പ്ലസ് 76 ആണെന്നുണ്ടെങ്കിൽ മെഗ്നീഷ്യം 2+ന്റെ 72 ആണ്. അതായത് ഇവരുടെ സൈസിൽ എന്തുണ്ടാവുന്നുണ്ട്, ഏകദേശം ഒരു സിമിലാരിറ്റിയിലെ കുറച്ചൊരു സിമിലർ സൈസ് ആയിട്ട് നമുക്ക് ശ്രദ്ധിക്കല്ലേ. 152, 160 ഈ 76ഉം 72 തമ്മിൽ അത്ര വലിയ വേരിയേഷൻ, ഒരു ഡിഫറൻസസ് ഒന്നും ഇല്ല അല്ലെ. അപ്പൊ ഏകദേശം അവരുടെ സൈസ് സിമിലർ ആണ് നമുക്ക് പറയാം അല്ലെ. ഇത് തന്നെയാണ് അവരുടെ ആ ഒരു പല പ്രോപ്പർട്ടീസും സിമിലാരിറ്റീസ് കാണിക്കാനുള്ള കാരണം. അപ്പൊ നമുക്ക് ആ സിമിലർ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാന്ന് നോക്കിക്കഴിഞ്ഞാൽ ബോത്ത് ലിഥിയം ആൻഡ് മെഗ്നീഷ്യം ആർ ഹാർഡർ. അറിയാവുന്ന കാര്യമാണല്ലോ, ലിഥിയവും മെഗ്നീഷ്യവും എന്താണ്, ഹാർഡർ ആണ്. ആൻഡ് ലൈറ്റർ ദാൻ അതർ എലമെന്റ്സ് ഇൻ ദ റെസ്പെക്റ്റീവ് ഗ്രൂപ്പ്. അപ്പൊ നമ്മുടെ ലിഥിയം ആ ഗ്രൂപ്പിലെ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഹാർഡർ ആണ്, എന്നാൽ ലൈറ്റ് വെയിറ്റ് ആണ്. മെഗ്നീഷ്യം ആ ഗ്രൂപ്പിലുള്ള മറ്റ് എലമെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ ഹാർഡർ ആണ്, എന്നാൽ ലൈറ്റ് വെയിറ്റ് ആണ്. സോ അവരുടെ പ്രോപ്പർട്ടി ഒന്നാമത്തത് കറക്റ്റ് ആയി അല്ലെ, സിമിലാരിറ്റി കാണിച്ചു. ലിഥിയം ആൻഡ് മെഗ്നീഷ്യം റിയാക്ട് സ്ലോലി വിത്ത് വാട്ടർ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, ലിഥിയം മെല്ലെ വെള്ളവുമായിട്ട് റിയാക്ട് ചെയ്യുള്ളൂ. Their oxides and hydroxides are much less soluble and their hydroxides decomposes on heating. പറഞ്ഞു. അതായത് ഇവരുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും വാട്ടറിൽ സൊലിബിലിറ്റി കുറവാണ്. അതുപോലെ തന്നെ ഇവരുടെ ഹൈഡ്രോക്സൈഡുകൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്യുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഡീകമ്പോസ് ചെയ്യുന്നു. രണ്ടുപേരും നൈട്രൈഡുകൾ ഫോം ചെയ്യും. നൈട്രജനുമായിട്ട് റിയാക്ഷൻ നടത്തിയിട്ട് രണ്ടുപേരും എന്ത് ഫോം ചെയ്യും, നൈട്രൈഡ് ഫോം ചെയ്യും. ലിഥിയം Li3N മെഗ്നീഷ്യം Mg3N2 എന്ന് പറഞ്ഞിട്ടുള്ള നൈട്രൈഡ് ആണ് ഫോം ചെയ്യുക. എങ്ങനെ, നൈട്രജനുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്രൈഡ് ഫോം ചെയ്യും. ഓക്കെ അല്ലെ? ദ ഓക്സൈഡ് Li2O ആൻഡ് MgO, മെഗ്നീഷ്യത്തിന്റെ ഓക്സൈഡും ലിഥിയത്തിന്റെ ഓക്സൈഡും ഡു നോട്ട് കമ്പൈൻ വിത്ത് എക്സസ് ഓക്സിജൻ ടു ഗിവ് എനി സൂപ്പർ ഓക്സൈഡ്. അതായത് നമ്മൾ വിചാരിക്കും വീണ്ടും ലിഥിയത്തിന്റെ ഓക്സൈഡ് അല്ലെങ്കിൽ മെഗ്നീഷ്യത്തിന്റെ ഓക്സൈഡ് കൂടുതൽ ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും റിയാക്ട് ചെയ്തിട്ട് വീണ്ടും സൂപ്പർ ഓക്സൈഡുകൾ ഫോം ചെയ്യുന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്നാൽ അങ്ങനെ ഫോം ചെയ്യില്ല. ഓക്കെ അല്ലെ? ചെയ്യില്ല. അപ്പൊ പറയുന്ന കാര്യം എന്താണ്, ഇവര് വീണ്ടും എക്സസ് ആയിട്ടുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സൂപ്പർ ഓക്സൈഡുകൾ ഫോം ചെയ്യില്ല. ഓക്കെ അല്ലെ? The carbonate of the lithium and magnesium decomposes easily on heating to form oxide and carbon dioxide. അപ്പോ നമ്മുടെ ലിഥിയത്തിന്റെ കാർബണേറ്റും അതുപോലെ മെഗ്നീഷ്യത്തിന്റെ കാർബണേറ്റും മെഗ്നീഷ്യത്തിന്റെ കാർബണേറ്റും നമ്മളൊന്ന് ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വിഘടിക്കും. ഡീകമ്പോസ് ചെയ്തിട്ട് എന്തൊക്കെയായിട്ട് മാറും, ഓക്സൈഡുകളും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറുന്നു. ഓക്കെ അല്ലെ? ഇനി സോളിഡ് ആയിട്ടുള്ള ബൈകാർബണേറ്റ് ആർ നോട്ട് ഫോംഡ് ബൈ ലിഥിയം ആൻഡ് മെഗ്നീഷ്യം. നമ്മൾ ലിഥിയത്തിന് പറഞ്ഞു കഴിഞ്ഞതാണ്, ഒപ്പം മെഗ്നീഷ്യം എന്ന് കൂടി ഒന്ന് കൂട്ടിച്ചേർത്താൽ മതി. ഓക്കെ അല്ലെ? ഇനി ബോത്ത് ലിഥിയം ക്ലോറൈഡ് ആൻഡ് മെഗ്നീഷ്യം ക്ലോറൈഡ് ആർ സോലുബിൾ ഇൻ എത്തനോൾ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമായിരുന്നു. Both lithium chloride and magnesium chloride are deliquescent and crystallizes form aqueous solution as hydrate. അല്ലെ? ലിഥിയം ക്ലോറൈഡ് ഹൈഡ്രേറ്റ് ഫോം ചെയ്യുന്നുണ്ട്, LaCl.2H2O. അതുപോലെ തന്നെ മെഗ്നീഷ്യം ക്ലോറൈഡ് ഫോം ചെയ്യുന്ന ഹൈഡ്രേറ്റ് ആണ് MgCl2.8H2O. രണ്ടുപേരും എന്ത് ചെയ്യുന്നു, ഡെലിക്വസന്റ് ആണ്,
ക്രിസ്റ്റലൈസ് ചെയ്യുന്നു, അക്വ സൊല്യൂഷനിൽ ഫോം ചെയ്യുന്നു ഹൈഡ്രേറ്റുകൾ. പിടികിട്ടിയോ? ഇതാണ് ഇവർ തമ്മിലുള്ള ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ആര് തമ്മിലുള്ള? യെസ്, ലിഥിയവും മെഗ്നീഷ്യവും തമ്മിലുള്ള ഡയഗണൽ റിലേഷൻഷിപ്പ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ അല്ലെ? പിടികിട്ടിയല്ലോ? മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് എന്ത് പറഞ്ഞു? ഒന്നാമത്തെ അല്ലെ, ഏറ്റവും ഫസ്റ്റത്തെ ഗ്രൂപ്പാണ് ആൽക്കലി മെറ്റൽസ് എന്ന് പറഞ്ഞു അല്ലെ. ആൽക്കലി മെറ്റൽസിന്റെ ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇതുപോലെയുള്ളതാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. അവിടെ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് എത്രയാണ്? NS2 ആണ്. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ കണ്ടോ, 2s2 3s2 4s2 അല്ലെ, എൻഡിങ് വരുന്നത് കണ്ടോ. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് NS2 ആണ്. അതുപോലെ തന്നെ ഇവർ അറ്റോമിക് അയോണിക് റേഡിയസ് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇതാ എന്താ നമ്മൾ പറഞ്ഞത്? കറസ്പോണ്ടിങ് ടു ആൽക്കലി മെറ്റൽസ് ഇൻ ദ സെയിം പീരിയഡ്, അതായത് വിത്തിൻ ദ ഗ്രൂപ്പ് അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു, ബിക്കോസ് ഇൻക്രീസിങ് അറ്റോമിക് നമ്പർ. പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ. നേരത്തെ പറഞ്ഞ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യങ്ങളെ അതേപോലെ തന്നെയാണ്. അയോണൈസേഷൻ എന്താൽപ്പി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ആൽക്കലി എർത്ത് മെറ്റൽസിന് ആദ്യം ലോ അയോണൈസേഷൻ എന്താൽപ്പി ആയിരിക്കും, കാരണം ലാർജ് സൈസ് ആയിരിക്കും, ആറ്റത്തിനൊക്കെ ലാർജ് സൈസ് ആയിരിക്കും നമ്മൾ പറഞ്ഞു അല്ലെ. അതുകൊണ്ട് അയോണൈസേഷൻ എന്താൽപ്പി എങ്ങനെയായിരിക്കും? വളരെ കുറവായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. The first ionization enthalpy of alkaline earth metals are higher than those of the corresponding group 1 metals. അതായത് നോക്കൂ, ഞാൻ ഇതിൽ ഒരു കാര്യം പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിക്കണേ. അതായത് അറ്റോമിക് സൈസ് കൂടുതലായതുകൊണ്ട് തന്നെ ഇവരുടെ അയോണൈസേഷൻ എന്താൽപ്പി വളരെ കുറവായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോ നമ്മുടെ ഈ ആൽക്കലൈൻ എർത്ത് നമ്മൾ പറഞ്ഞല്ലോ NS2 പറയുമ്പോൾ 2 ഇലക്ട്രോൺസ് ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള എമൗണ്ട് ഓഫ് എനർജി. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി ഓഫ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രൂപ്പ് 1 ആൽക്കലി മെറ്റൽസിന് വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആൽക്കലി മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ സൈസ് എങ്ങനെയായിരിക്കും? ഇത്തിരി കുറവായിരിക്കും അല്ലെ, സ്മോളർ സൈസ് ആയിരിക്കും അല്ലെ. അപ്പൊ സൈസ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതനുസരിച്ച് കുറച്ചുകൂടി കൂടുതൽ അയോണൈസേഷൻ എനർജി കൊടുത്താലേ നമുക്ക് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന്റെ അയോണൈസേഷൻ എന്താൽപ്പി ആൽക്കലി മെറ്റൽസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ അല്ലെ? മനസ്സിലായോ? ഇനി സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പി എങ്ങനെയായിരിക്കും? സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുന്നത് എപ്പോഴും ഈ ആൽക്കലി മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ വേണ്ട എനർജി. സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പി എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ വേണ്ട എനർജി. ഓക്കെ ആണല്ലോ. അപ്പൊ എപ്പോഴും ഫസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി ആൽക്കലി മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന് കുറച്ച് കൂടുതലായിരിക്കും. സെക്കൻഡ് അയോണൈസേഷൻ എന്താൽപ്പി ആൽക്കലി മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് എങ്ങനെയായിരിക്കും? കുറച്ച് കുറവായിരിക്കും. ഓക്കെ അല്ലെ? പിടികിട്ടിയല്ലോ. പിന്നെ ഹൈഡ്രേഷൻ എന്താൽപ്പി. ആൽക്കലി മെറ്റൽസിന് ഹൈഡ്രേഷൻ എന്താൽപ്പി എപ്പോഴും എങ്ങനെയായിരിക്കും? മെറ്റൽ ഇയോൺസിനെ ഡിക്രീസ് ചെയ്യും അല്ലെ, വിത്ത് ഇൻക്രീസ് ഇൻ സൈസ്. അറ്റോമിക് സൈസ് കൂടുന്നത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഹൈഡ്രേഷൻ എന്താൽപ്പി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിവിടെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലെ? പിടികിട്ടിയല്ലോ. പിന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ആൽക്കലൈൻ എർത്ത് മെറ്റൽസിന് സിൽവറി വൈറ്റ് കളർ ആണ്, ലെസ്ട്രസ് ആണ്, നല്ല തിളക്കമുള്ളതാണ്, അതുപോലെ തന്നെ റിലേറ്റീവ്ലി സോഫ്റ്റ് ആണ്. പക്ഷെ ആൽക്കലി മെറ്റൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഹാർഡർ ആയിരിക്കും. ഓക്കെ അല്ലെ? അതിൽ ബെർലിയം എന്ന് പറയുന്നതും മെഗ്നീഷ്യം എന്ന് പറയുന്നതും സംവാട്ട് ചിലപ്പോൾ എങ്ങനെയായിരിക്കും? ഗ്രേയിഷ് കളറിലാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവരുടെ മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആൽക്കലി മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? കുറച്ച് കൂടുതലായിരിക്കും. കാരണം ആൽക്കലി മെറ്റൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ സൈസ് കുറച്ച് കുറവാണ്. ഓക്കെ അല്ലെ? മനസ്സിലായല്ലോ. ഇനി പിന്നെ പറയുന്ന കാര്യം എന്തൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യെസ്, ഇവിടെ നമ്മുടെ ഫ്ലെയിം ടെസ്റ്റിന്റെ കാര്യം വരുന്നുണ്ട് അല്ലെ. ക്രിംസൺ ആൻഡ് ആപ്പിൾ ഗ്രീൻ യെസ്,
In flame, the electrons are excited to higher energy levels. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഹയർ എനർജി ലെവൽസിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നു. അവിടെ അൺസ്റ്റേബിൾ ആണോ, അവർ എനർജി എന്ത് ചെയ്യുന്നു, വിസിബിൾ റീജിയനിലേക്ക് കൊടുക്കുന്നു അല്ലെ. അതനുസരിച്ചിട്ട് ഇവരെ കളർ വരുന്നു അല്ലെ. അപ്പൊ കളേഴ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും ഫ്ലെയിം ടെസ്റ്റ് ആരൊക്കെ കാണിക്കുന്നത് ആരൊക്കെ കാണിക്കാത്തതെന്നൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അതില് നമുക്ക് തന്നിട്ടുള്ള കളേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് ബാക്കത്തെ പേജിലാണ് കളേഴ്സ്. അതായത് ദ ഇലക്ട്രോ യെസ് നോക്കിക്കോളൂ. കാൽഷ്യം, അതുപോലെ തന്നെ സ്ട്രോൺഷ്യം ആൻഡ് ബേരിയം ഇമ്പാർട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ബ്രിക്ക് റെഡ്, ക്രിംസൺ ആൻഡ് ആപ്പിൾ ഗ്രീൻ കളേഴ്സ് റെസ്പെക്റ്റീവ്ലി ടു ദ ഫ്ലെയിം. ഓക്കെ അല്ലെ. അപ്പൊ കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം പോലുള്ള ആൾക്കാര് കാണിക്കുന്ന കളേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ആ കളേഴ്സ് ഒന്ന് നോക്കി നോക്കുക. ഏതൊക്കെ തരത്തിലുള്ള കളേഴ്സ് ആണ് ഇവർ കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. ഓക്കെ അല്ലെ. ഇത് വെച്ചിട്ട് നമുക്ക് ഇവരെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അല്ലെ. നമുക്ക് ഇവരെ ഏതൊക്കെ എലമെന്റ്സ് ആണെന്ന് ഈ ഒരു കളർ ടെസ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഫ്ലെയിം ടെസ്റ്റ് വെച്ച് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ദ ഇലക്ട്രോൺസ് ഇൻ ബെർലിയം ആൻഡ് മെഗ്നീഷ്യം ആർ too strongly bounded to get excited by flame. Hence, these elements do not impart any color to the flame. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ബെർലിയം മെഗ്നീഷ്യം നല്ല സ്ട്രോങ്ലി ബൗണ്ട് ചെയ്തത് കൊണ്ട് ഈ ബെർലിയത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ഇലക്ട്രോൺസിനെ പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ഹീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എക്സൈറ്റഡ് ആവാൻ പറ്റില്ല. എക്സൈറ്റഡ് ആയാലല്ലേ അവർ ഫ്ലെയിം ടെസ്റ്റ് കാണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവര് ഫ്ലെയിം ടെസ്റ്റ് കാണിക്കില്ല, ഒരു കളറും അവർ കൊടുക്കില്ല. ദ ഫ്ലെയിം ടെസ്റ്റ് ഫോർ കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ഈസ് ഹെൽപ്ഫുൾ ഇൻ ഡിറ്റക്ഷൻ അല്ലെ. അവർ നമുക്ക് ക്വാളിറ്റേറ്റീവ് അനാലിസിസിലൊക്കെ നമ്മൾ ഫ്ലെയിം ഫോട്ടോമെട്രി പോലുള്ള എസ്റ്റിമേഷൻ വഴിയൊക്കെ നമുക്ക് ഇവരെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ അല്ലെ. ബെർലിയത്തിനെയും മെഗ്നീഷ്യത്തിനെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പിടികിട്ടിയല്ലേ. ഓക്കെ അല്ലെ. നേരത്തെ പറഞ്ഞ അതേപോലത്തെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളൂ. ജസ്റ്റ് നമുക്ക് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവാവുന്ന കാര്യങ്ങളുള്ളൂ. വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ, ഹാലജനുമായിട്ടുള്ള റിയാക്ഷൻ, അതേപോലെ തന്നെ ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ അല്ലെ. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഡൈഹൈഡ്രജൻ ഫോം ചെയ്യുന്നു. റെഡ്യൂസിങ് നേച്ചർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ അല്ലെ. അതുപോലെ തന്നെ ലിക്വിഡ് അമോണിയ ആയിട്ടുള്ള റിയാക്ഷൻ അല്ലെ. ഡീപ്പ് ബ്ലൂ ബ്ലാക്ക് സൊല്യൂഷൻ ആണ് ഇവിടെ ഉണ്ടാവുന്നത്, അമോണിയേറ്റഡ് അയോൺസ്. അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. നേരത്തെ ഡീപ്പ് ബ്ലൂ കളർ ആയിരുന്നു, ഇവിടെ ഡീപ്പ് ബ്ലൂ ബ്ലാക്ക് കളറാണ് ഉണ്ടാകുന്നത്. ഓക്കെ അല്ലെ. അതുപോലെ ഇവിടെ യൂസസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇവിടെ യൂസസ് നമുക്ക് ഒന്ന് ഓർത്ത് വെക്കണം. മെറ്റാലിക് ബെർലിയം ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് വിൻഡോസ് ഓഫ് എക്സ്റേ ട്യൂബ്. മെഗ്നീഷ്യം ഫോം അലോയ്സ് വിത്ത് അലുമിനിയം അല്ലെ. Zinc, manganese and tin. Magnesium, aluminum alloys being light in mass are used in aircraft construction. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലെ. നമുക്ക് ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ അല്ലെ. റേഡിയം സോൾട്ട് ആർ യൂസ്ഡ് ഇൻ റേഡിയോ തെറാപ്പി അല്ലെ. നമ്മൾ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിലൊക്കെ നമ്മൾ റേഡിയോ തെറാപ്പിയിൽ നമ്മൾ റേഡിയം സോൾട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. കാൽഷ്യം, ബേരിയം മെറ്റൽസ് ഓയിങ് ടു ദ റിയാക്ടിവിറ്റി ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ അറ്റ് എലിവേറ്റഡ് ടെമ്പറേച്ചേഴ്സ് ഹാവ് ഓഫൻ ബീൻ യൂസ്ഡ് ടു റിമൂവ് എയർ ഫ്രം വാക്വം ട്യൂബ്. വാക്വം ട്യൂബ്സിലൊക്കെ എയർ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കാൽഷ്യത്തിനെയും ബേരിയം എലമെന്റ്സിനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലെ. ഇതൊക്കെ നമുക്ക് നേരത്തെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാം കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ അല്ലെ. പിടികിട്ടിയല്ലോ. അതേപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞ അനോമലസ് ബിഹേവിയർ. ബെർലിയം ആണ് അനോമലസ് പ്രോപ്പർട്ടി കാണിക്കുന്നത് എന്ന് പറഞ്ഞു. അതേപോലെ ഇവിടെ ഡിഫറൻസസ് ആണ് തന്നിട്ടുള്ളത്, ഇവിടെ സിമിലാരിറ്റീസ് തന്നിട്ടുണ്ട് ബെർലിയവും അലുമിനിയം തമ്മിൽ അല്ലെ. എന്താ സിമിലാരിറ്റീസ് നമ്മൾ പറഞ്ഞു അല്ലെ. ആസിഡുമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു അല്ലെ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതുപോലെ ബെർലിയത്തിന്റെ ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യുന്നു, ആൽക്കലിയിൽ എക്സസ് ആയിട്ടുള്ള ആൽക്കലി ഡിസോൾവ് ചെയ്തിട്ട് ബെർലൈറ്റ് അയോൺ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലെ. അതുപോലെ തന്നെ അലുമിനിയം ഹൈഡ്രോക്സൈഡും അലുമിനേറ്റ് അയോൺസ് ആണ് നമുക്ക് തരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് തന്നെ വായിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക, ഇതൊന്ന് വായിച്ചു നോക്കുക. ഏതുവരെ? ഈ ഒരു ഡയഗണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബെർലിയം ആൻഡ് അലുമിനിയം വരെ വായിച്ചു നോക്കുക. ഓക്കെ അല്ലെ. വായിച്ചു നോക്കിയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റ്സിൽ മെറ്റൽസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഞാനൊന്ന് വായിച്ചു വിട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ അതിരുന്ന് വായിച്ചിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവാത്തത് നിങ്ങൾക്ക് ചോദിക്കാം. അതിൽ നിന്നും എന്ത് ചെയ്യുക, സ്വയം നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക അല്ലെ. പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ അല്ലെ. ഡയഗണൽ റിലേഷൻഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഇട്ടുണ്ടെങ്കിൽ അത് ഗ്രൂപ്പിൽ വന്നിട്ട് ക്ലാരിഫൈ ചെയ്ത് പോവാം. ഓക്കെ അല്ലെ.
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സിന്റെ കെമിസ്ട്രി എന്ന് പറയുന്നത്. ഇനി ഇതില് കുറെ എലമെന്റ്സ് കോമ്പൗണ്ടുകൾ ഉണ്ട്. സം ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഓഫ് കാൽഷ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടില്ല. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമുക്കത് നോക്കി പോകാമെന്ന് മാത്രം. ഓക്കെ അല്ലെ? കാസ്റ്റിക് സോഡ, വാഷിംഗ് സോഡ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ക്യുക്ലൈം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ അത് നോട്ട്സ് വായിച്ചിട്ട്, ടെക്സ്റ്റ് വായിച്ച് നോക്കിയിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്ത് പോവുക. ഓക്കെ, മനസ്സിലായല്ലോ? സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.